ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്. സംസ്ഥാനം കേന്ദ്ര വിദ്യാഭ്യാസ നയത്തിന് പച്ചക്കൊടി കാട്ടിയോ? രാജ്യത്ത് പാഠ്യപദ്ധതിയിൽ RSS നയം നടപ്പാക്കുന്നതിനെതിരെ ഘോരഘോരം നടത്തിയ പ്രസംഗങ്ങൾ പഴങ്കഥയായോ? PM ശ്രീ എന്നാൽ NEP അല്ല എന്നും കേരളത്തിന് അർഹമായ പണം വാങ്ങിയെടുക്കുക മാത്രമാണ് എന്നുമുള്ള വാദം നിലനിൽക്കുന്നതാണ്. PM ശ്രീ ഒപ്പിടുന്ന സംസ്ഥാനങ്ങൾ NEP വ്യവസ്ഥകൾ നടപ്പാക്കണം എന്നതാണ് ധാരണാപത്രത്തിലെ ഒന്നാം വ്യവസ്ഥ എന്നിരിക്കെ എന്തിനാണ് ഈ കള്ളക്കളി? ഞങ്ങൾ അനുവദിക്കില്ല എന്ന് CPI പറയുന്നു. CPM നയമല്ല എന്ന് MA ബേബി പറയുന്നു. അപ്പോൾ പിന്നെ തീരുമാനം വന്ന വഴി എന്താണ്? 1500 കോടിയല്ല, ഇനി 2 വർഷം കൂടി മാത്രം ബാക്കിയുള്ള പദ്ധതിയിൽ കിട്ടാൻ 250 കോടി മാത്രമാണ് ഉള്ളത്. കേന്ദ്രവിഹിതം നിഷേധിക്കുന്നതിനെതിരെ കോടതിയിൽ പോയ കേരളത്തിന് PM ശ്രീയിൽ ഇതെന്തു പറ്റിയെന്ന ചോദ്യത്തിന് ഉത്തരം വേണ്ടേ? തെരഞ്ഞെടുപ്പിന് 6 മാസം ശേഷിക്കെ മോദി ശ്രീ എന്ന ബോർഡ് വയ്ക്കാനുള്ള തിടുക്കത്തിൽ സംശയിക്കാൻ ചിലതില്ലേ? 4 കാശിന് നയം വിട്ടോ എന്നതാണ് ചോദ്യം. ചർച്ചയിൽ ഇടത് സഹയാത്രികൻ M ജയചന്ദ്രൻ, OK ജയകൃഷ്ണൻ, AKSTU സംസ്ഥാന സെക്രട്ടറി, TP ജയചന്ദ്രൻ, BJP പ്രതിനിധി, അഡ്വക്കേറ്റ് ഷിബു മീരാൻ, ലീഗ് എന്നിവരാണ് ഉള്ളത്. ആദ്യം ഞാൻ ശ്രീ ജയചന്ദ്രനിലേക്ക് പോവുകയാണ്. ശ്രീ M ജയചന്ദ്രൻ, നയം നടപ്പാക്കില്ല, പണം മാത്രം വാങ്ങും, ഇത് സാധ്യമല്ല എന്നാണ് വ്യവസ്ഥയിലടക്കം പറയുന്നത്. പിന്നെയും അതേ ന്യായീകരണം ആവർത്തിക്കുന്നതിൻ്റെ അർത്ഥം എന്താണ്? അത് വിശ്വസനീയമാണെങ്കിൽ CP അത് വിശ്വസിക്കാമല്ലോ. CP അത് വിശ്വസിച്ചിട്ടില്ല, നടപ്പാക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെ വളരെ വ്യക്തമായി പറയുകയും ചെയ്യുന്നു. അപ്പോൾ എന്താണ് അങ്ങയുടെ പ്രതികരണം? CPIയുടെ കാര്യത്തിൽ CPIയുടെ നിലപാടുകളെ അല്ലെങ്കിൽ അവരുന്നയിക്കുന്ന വിമർശനങ്ങളെ പരിഗണിക്കുക തന്നെ ചെയ്യും എന്നാണല്ലോ CPIM ജനറൽ സെക്രട്ടറി ശ്രീ MA ബേബി പറഞ്ഞത്. അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ബിനോയ് വിശ്വം അവരുടെ നിലപാടും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഇവിടെ താങ്കളുടെ ചോദ്യത്തിന് മറുപടിയായി എനിക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ NEP 2020 പുത്തൻ വിദ്യാഭ്യാസ പദ്ധതി 2020 എന്ന് നമ്മൾ എളുപ്പത്തിൽ പറയുന്ന ആ പദ്ധതി എന്ന് പറയുന്നത് അത് ഒരു പോളിസി ഫ്രെയിംവർക്കാണ് എന്ന് ആ പദ്ധതിയെക്കുറിച്ച് പഠിക്കാൻ ശ്രമിച്ചിട്ടുള്ള ഏതൊരാൾക്കും അനായാസം മനസ്സിലാവുന്ന കാര്യമാണ്. അതൊരു പോളിസി ഫ്രെയിംവർക്കാണ്. എന്തുകൊണ്ടാണ് അത് പോളിസി ഫ്രെയിംവർക്കായിട്ട് നിൽക്കുന്നത്? അത് മാത്രമല്ല, 1986 UPAയുടെ കോൺഗ്രസിന്റെ ഭരണകാലത്ത്, UPA അന്നില്ലല്ലോ, അന്ന് കോൺഗ്രസ്സാണ് ഉണ്ടായിരുന്നത്. അന്ന് കോൺഗ്രസിന്റെ ഭരണകാലത്തും ഇതേപോലെ തന്നെ അതൊരു പോളിസി ഫ്രെയിംവർക്കായിട്ട് തന്നെയാണ് കൊണ്ടുവന്നത്. അതിന്റെ കാരണം ഒരേ ഒരു കാരണമേ ഉള്ളൂ. കൺകറന്റ് ലിസ്റ്റിലാണ് വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും തുല്യാവകാശമുണ്ട്. അതുകൊണ്ടാണ് ബേബി പറഞ്ഞത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ കേരളം ഒപ്പിടില്ല എന്ന് ഖണ്ഡിതമായി പറഞ്ഞത്. അതുകൊണ്ടാണ് ചെയ്യാതിരിക്കാം, അതൊരു നാഷണൽ പോളിസി ഫ്രെയിംവർക്ക് മാത്രമാണ്. അതേസമയം ഈ പറയുന്ന PM ശ്രീ എന്ന പദ്ധതി അത് മറ്റൊന്നാണ്. മറ്റൊന്നെന്ന് പറയുമ്പോൾ എന്താണ് മറ്റൊന്ന് എന്നുള്ള പ്രശ്നം വരുമല്ലോ. ആ മറ്റൊന്ന് എന്ന് പറയുന്നത് അതൊരു സെൻട്രലി സ്പോൺസേഡ് സ്കീമാണ്, കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. CSS എന്ന് പറയുന്ന ചുരുക്കപ്പേരിൽ പറയുന്ന സാധനമാണ് ഈ സെൻട്രലി സ്പോൺസേഡ് സ്കീം. ഈ സെൻട്രലി സ്പോൺസേഡ് സ്കീം എന്ന് പറയുന്ന അത്തരം പദ്ധതികൾ ഒരുപാട് മേഖലകളിൽ ഇതിപ്പോ ഈ നരേന്ദ്രമോദി 2014 അധികാരത്തിൽ വന്നതിന് ശേഷം ഉണ്ടായ ഒരു പുതിയ പ്രവണതയോ ഒന്നുമല്ല. ഈ സെൻട്രലി സ്പോൺസേഡ് സ്കീം എന്നുള്ള ഒരുപാട് തിരിച്ചടികൾ നിരവധി സംസ്ഥാനങ്ങൾ നേരിട്ടിട്ടുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് കേരളവും. ഈ സെൻട്രലി സ്പോൺസേഡ് സ്കീം എങ്ങനെയാണ് നമുക്ക് തിരിച്ചടിക്കുന്നുള്ളത് വേറെ സമയം കിട്ടുകയാണെങ്കിൽ ചർച്ച ചെയ്യാം. പല മേഖലകളിലുണ്ട്, അതങ്ങനെ അന്നേരം പറയാം. അപ്പോൾ ഈ പ്രശ്നം, ഇവിടുത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ നമ്മുടെ SSK എന്ന് പറയുന്ന സമഗ്ര ശിക്ഷ കേരള എന്ന് പറയുന്ന ഒരു പദ്ധതിയാണ് ഇന്നിപ്പോ സംസ്ഥാന വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന പദ്ധതിയായിട്ട് നിലകൊള്ളുന്നത്. ഇത് 2018 3 പദ്ധതികൾ ഒന്നിച്ച് യോജിപ്പിച്ചു കൊണ്ടുവന്നൊരു പദ്ധതിയാണ് ഇപ്പോഴത്തെ SSK എന്ന് പറയുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, അതിന്റെ ഡീറ്റെയിൽസിലേക്ക് വരാൻ സമയമുണ്ടെങ്കിൽ അന്നേരം വരാം. ഇപ്പൊ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ, പ്രധാനപ്പെട്ട പ്രശ്നം, കേരളം നേരിടുന്ന പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അകത്ത് കേരളത്തിന്റെ വിദ്യാഭ്യാസ ശരാശരി എങ്ങനെയാണെന്നുള്ളത് താങ്കൾക്കറിയാമല്ലോ സ്മൃതി. ഇന്ത്യയിൽ തന്നെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നതാണ് നമ്മളുടെ പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ മുതൽ ഇപ്പോ ബിരുദാനന്തര തലം വരെയുള്ള പാഠ്യപദ്ധതി എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസിയിൽ കൺസെപ്റ്റ് വേറെയാണ്. നമ്മളത് അംഗീകരിച്ചിട്ടില്ല, അംഗീകരിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ.
പ്രശ്നം എന്ന് പറയുന്നത് ഈ 12ാം ക്ലാസ് വരെയുള്ള എലിമെന്ററി ലെവൽ വരെയുള്ള ഈ പാഠ്യപദ്ധതിക്ക് സംസ്ഥാന സർക്കാർ പ്രത്യേകിച്ചും പൊതുവിദ്യാഭ്യാസ വകുപ്പ് 1466 കോടി രൂപ ഇതിനകം മുടക്കിയിരിക്കുകയാണ്. മുടക്കിയിരിക്കുന്നത് എങ്ങനെയാണ്? പിന്നെ ഈ അധ്യാപകർക്ക് 2 ലക്ഷത്തോളം വരുന്ന അധ്യാപകർക്ക്, പിന്നെ 14,000-ഓളം വരുന്ന സ്കൂളുകൾക്ക്, പിന്നെ പിന്നോക്ക വിഭാഗങ്ങൾക്ക് ഉൾപ്പെടെയുള്ള വിവിധ വിദ്യാർത്ഥി വിഭാഗങ്ങൾക്ക് അവരുടെ ഉച്ചഭക്ഷണ പദ്ധതിക്ക് ടെക്സ്റ്റ് ബുക്ക് അടിക്കുന്നതിന്, ചോദ്യക്കടലാസ് അടിക്കുന്നതിന്, ഇത്തരത്തിലുള്ള നിരവധിയായ കാര്യങ്ങൾക്ക്, ടോയ്ലറ്റ് സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന്, ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന് ഒക്കെയായിട്ട് ഈ പണം മുടക്കിയിട്ടുണ്ട്. ആ പണം മുടക്കേണ്ടത് സ്റ്റേറ്റിന്റെ ബാധ്യതയാണെന്ന് കാണുമ്പോൾ തന്നെ ഇതിന്റെ അകത്ത് കൺകറന്റ് ലിസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഈ കൺകറന്റ് ലിസ്റ്റിൽ നമ്മളെയും അങ്ങോട്ട് കൊണ്ടുപോകുന്നതാണല്ലോ. കേരളത്തിന്റെ മാത്രമല്ല, ഏത് സ്റ്റേറ്റിന്റെയും നികുതി വിഹിതത്തിൽ ഷെയർ ചെയ്യണമെന്നുള്ള ആർട്ടിക്കിൾ 270 പറയുന്നുണ്ടല്ലോ. അതാണല്ലോ ആർട്ടിക്കിൾ 270യുടെ കാതൽ തന്നെ പറയുന്നത്. അപ്പൊ ആ ഷെയർ എല്ലാ സംസ്ഥാനങ്ങൾക്കും കിട്ടാൻ അവകാശമുണ്ടെന്ന് ധനക്കം കമ്മീഷൻ അതിൽ തർക്കമില്ലാത്തതാണ് ശ്രീജയേന്ദ്രൻ. എങ്ങനെയൊക്കെയാണ് കേന്ദ്രവിഹിതം തരാതെ വിവിധ വിഷയങ്ങളിൽ, വിവിധ പദ്ധതികളിൽ കേന്ദ്രവിഹിതം തരാത്തത് കേരളം അനുഭവിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ്. അക്കാര്യത്തിൽ തർക്കമില്ല. പക്ഷെ അങ്ങ് പറയുന്ന പോലെയല്ല, ഈ PM ശ്രീ ഒപ്പിട്ട് കഴിഞ്ഞാൽ ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടി വരും. അതെന്റെ ആമുഖത്തിൽ തന്നെ പറയുന്നുണ്ട്. നയം നടപ്പാക്കില്ല, പണം നമ്മുടെ അർഹതപ്പെട്ടത് മേടിക്കും എന്നുള്ളതാണ് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതാണ് MABBയും പറയാൻ ശ്രമിച്ചത്. അങ്ങനെയാണെങ്കിൽ ആയിക്കോട്ടെ എന്നാണ് VD സതീശനും പറയുന്നത്. അങ്ങനെ നടക്കില്ലെന്നേ, അങ്ങനെ നടക്കില്ല എന്നുള്ള കാര്യം വ്യക്തമാണ്. ഞങ്ങളുടെ വിദ്യാഭ്യാസ നയം രാജ്യത്താകെ നടപ്പാക്കുമെന്നുള്ളത് പരസ്യമായി തന്നെ BJP പറയുന്നതാണ്. നമ്മുടെ BJP പ്രതിനിധി ഉണ്ടല്ലോ, അദ്ദേഹം അത് പറയും. അപ്പോൾ അതാണ് നിലപാട്. ഇനിയിപ്പോൾ അതിനെ എതിർക്കുകയാണെങ്കിൽ, ഒരു മിനിറ്റ് ഞാനൊന്ന് പൂർത്തിയാക്കട്ടെ. അങ്ങ് ഈ കൺകറന്റ് ലിസ്റ്റ് കാര്യമൊക്കെ പറയുന്നു. നമ്മൾ പല ഘട്ടങ്ങളിൽ സുപ്രീം കോടതിയിൽ പോയിട്ടുണ്ടല്ലോ. അനുകൂലമായ പ്രതികരണങ്ങൾ കോടതിയിൽ, പരാമർശങ്ങളെങ്കിലും കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ടല്ലോ. ഈ വിഷയത്തിൽ കോടതിയിൽ പോയവരാണ് തമിഴ്നാടിന് അനുകൂലമായി വിധി വരികയും തമിഴ്നാടിന് പണം കിട്ടുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കേരളം എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആലോചന നടത്താതെ നേരെ ആ പണം വാങ്ങാമെന്ന തീരുമാനത്തിലേക്ക് വരുന്നത്? ഇനി പറയുന്ന ഈ 1500 കോടിയൊന്നും കിട്ടാനില്ലെന്നേ. 2023 മുതൽ 2027 വരെയുള്ള പദ്ധതിയാണ്, 5 വർഷത്തെ പദ്ധതിയാണ്. ഇനിയിപ്പോൾ ആകെ 2 വർഷമേ ഉള്ളൂ. ഇനിയിപ്പോൾ LDF സർക്കാരിന്റെ ഈ കാലാവധി നോക്കുകയാണെങ്കിൽ വെറും 6 മാസമേ ഉള്ളൂ. അപ്പോൾ അത്ര പോലും തുകയില്ല. അപ്പോൾ ഏത് നിസ്സഹായാവസ്ഥയിലാണ് ഇപ്പോൾ പെട്ടെന്ന് തന്നെ ആ ധാരണാപത്രത്തിൽ ഒപ്പിടാൻ ആലോചിക്കുന്നത്? അല്ല, അങ്ങനെ 1500 കോടിയൊന്നും ഇല്ല എന്ന് വളരെ സരളമായിട്ട് അങ്ങ് പറഞ്ഞു പോകാവുന്ന പദ്ധതിയല്ല. കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞു പോയി, അതിന് കിട്ടില്ല. ജയേന്ദ്രൻ, കഴിഞ്ഞ വർഷങ്ങളുടേത് കഴിഞ്ഞു പോയി, അതിന് കിട്ടില്ല. അങ്ങനെയല്ലെന്ന്. നമ്മുടെ ക്ലെയിം അതല്ലെന്നേ. നമ്മുടെ ക്ലെയിം അതല്ല. ഞാനത് പറയട്ടെ പ്ലീസ്. നമ്മുടെ ക്ലെയിം അതല്ലല്ലോ. പിന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരളത്തിലെ സ്കൂളുകൾക്കും ടീച്ചേഴ്സിനും പിന്നെ ഡയറ്റ് ഉൾപ്പെടെയുള്ള അധ്യാപകർക്കും അവരുടെ ട്രെയിനിങ്ങിനും, പിന്നെ ഞാൻ ഈ പറഞ്ഞ വിവിധ വിദ്യാർത്ഥികളുടെ ഇൻഫ്രാസ്ട്രക്ചർ അടക്കമുള്ള സ്കൂളുകളുടെ ഉൾപ്പെടെ ഉള്ള ഡെവലപ്മെന്റിന് വേണ്ടി നമ്മൾ ചെലവഴിച്ച പണമാണ്. ആ ചെലവഴിച്ച പണം തരാനുള്ള ബാധ്യത ഉണ്ട്. അത് കൺകറന്റ് ലിസ്റ്റിന്റെ പ്രത്യേകത അതും കൂടെയാണ്. ആ ഷെയറിംഗിൽ അതും വരുന്നുണ്ട്. ഞാൻ അതിലേക്കും സമയമില്ലാത്തതുകൊണ്ട് കടക്കുന്നില്ല വിശദമായിട്ട്. പറയുന്നത് അല്ലല്ല, ഞാൻ അതല്ല പറയുന്നത്. അല്ലാതെ നമുക്ക് കിട്ടാനുള്ള കണക്കുകളൊക്കെ വേറെയുണ്ട്. തർക്കമില്ല ശ്രീജേന്ദ്രൻ, നമുക്ക് തർക്കമുള്ള വിഷയത്തിലേക്ക് മാത്രം വരാമെന്നേ. അല്ല, ഞാൻ ആ തർക്കം പ്രശ്നം മാത്രമേ പറയുന്നുള്ളൂ. ഈ ചർച്ചയിൽ ഞാൻ അത് പറയാനാണ് ഫോക്കസ് ചെയ്യുന്നത്. അത് തന്നെയാണ്. മറ്റതിന്റെ പെരിഫറൽസിലേക്കൊന്നും വരുന്നതേ ഇല്ല, പോവുകയുമില്ല. ഞാൻ പറഞ്ഞത് ഈ പിന്നെ ഇതിന്റെ അകത്ത് PM ശ്രീ എന്ന് പറയുന്നത് എന്താണ്? PM ശ്രീ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, അതൊരു CSS ആണ്, കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണ്. കേന്ദ്രാവിഷ്കൃത പദ്ധതിക്ക്, ഏത് കേന്ദ്രാവിഷ്കൃത പദ്ധതിക്കും ഉള്ളത് ഒരു നിശ്ചിത ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിന്റെ പുറത്ത് കടക്കാൻ കഴിയില്ല. എത്രയോ ഉദാഹരണങ്ങൾ പറയാം. വിദർഭ പാക്കേജ് മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ ഇവിടെ കേരളത്തിൽ ഇപ്പൊ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഭക്ഷ്യ സിവിൽ സപ്ലൈസ് വകുപ്പിന്റെ നെല്ലുസംഭരണ പദ്ധതി വരെ ഈ CSS ആണ്. അത് അതിൻ്റെതായിട്ടുള്ള ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിന്റെ അകത്ത് നിന്നുകൊണ്ട് ചെയ്യാൻ പറ്റൂ. ഇപ്പൊ ഇവിടെ ഇത്രയും പൈസ തരാനില്ല താങ്കൾ പറഞ്ഞല്ലോ. ഈ പറയുന്ന PM ശ്രീയുടെ പദ്ധതികൾ, ആ പൈസയല്ല നമ്മൾ ക്ലെയിം ചെയ്യുന്നത്. ഓരോ വർഷത്തെയും തുക കൃത്യമായിട്ട് ഞാൻ പറയാം, സമയം തരികയാണെങ്കിൽ അടുത്ത ഘട്ടത്തിൽ. അതേ ഓരോ വർഷത്തെയും പറയാം. 22, 23 മുതലുള്ള കൃത്യം തുക എത്രയാണ്, അലോക്കേഷൻ എത്രയാണ്, അലോട്ട് ചെയ്തത് എത്രയാണ് എന്നുള്ളതും പറയാം. പ്രശ്നം ഇവിടെ അതല്ല. നമ്മൾ ഈ പറയുന്ന പിന്നെ ഈ NEP 2020 എന്ന് പറയുന്ന പദ്ധതിയിൽ നമുക്ക് സ്വന്തമായ സംസ്ഥാനങ്ങൾക്ക് അവകാശമുണ്ട്. ആ അവകാശം വിനിയോഗിച്ചുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത് ഞങ്ങൾ നടപ്പാക്കില്ല
എന്ന് പറയുകയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഒപ്പുവെക്കുകയും നടപ്പാക്കുകയുമില്ല എന്ന് പറയുന്നത് എത്രത്തോളം സാധ്യമാണ് എന്നൊരു പ്രശ്നമുണ്ട്. ശ്രീജയേന്ദ്രൻ, ഞാൻ അങ്ങേലേക്ക് വരാം. ഞാൻ ഷിബു മീരാനിലേക്ക് പോകുന്നു. ഷിബു മീരാൻ, ഇപ്പോൾ തോമസ് ഐസക് ഒരു വിശദമായ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയാണ് കേന്ദ്രം കേരളത്തിന് തുകയിൽ എന്താണ് കേന്ദ്രം സംസ്ഥാനത്തെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞ ശേഷം അദ്ദേഹം പറയുന്ന ഒരു ഭാഗം, ഈ പശ്ചാത്തലത്തിൽ PM ശ്രീയിൽ ഒപ്പുവെക്കുന്നതിന് നമ്മൾ നിർബന്ധിതരാകുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പൂർണ്ണ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. ഒന്നാമത്തേത്, ഓരോ ബ്ലോക്കിലും 2 വീതം സ്കൂളുകളെ PM ശ്രീ സ്കൂളുകളെന്ന് നാമകരണം ചെയ്യേണ്ടി വരും. PM ശ്രീക്ക് ശേഷം നമ്മുടെ നവോത്ഥാന നായകരുടെ പേര് ആ സ്കൂളുകൾക്ക് നൽകാൻ ഒരു നിയമ തടസ്സവുമില്ല. രണ്ടാമത്തേത്, കേന്ദ്ര സർക്കാരിന്റെ ബോർഡിന് കീഴിൽ വരുന്ന സെൽഫ് ഫിനാൻസിംഗ് സ്കൂളുകളെ കേന്ദ്രം തിരഞ്ഞെടുക്കുമോ എന്നുള്ളതാണ്. ഇതുവരെ തിരഞ്ഞെടുത്ത 10,000-ഓളം സ്കൂളുകൾ ഒന്നുപോലും ഇത്തരം സ്കൂളുകൾ ഇല്ല എന്നത് മനസ്സിലാക്കാനാകുന്നു. ഇങ്ങനെ എന്തെങ്കിലും നീക്കമുണ്ടായാൽ അതിനെതിരെ ശക്തമായി പ്രതിരോധിക്കണം. മൂന്നാമത്തേത്, ദേശീയ ഫ്രെയിം വർക്കിലുള്ള കരിക്കുലം സ്വീകരിക്കുമെന്നുള്ളതാണ്. ഇതിൽ ചില ഒഴികഴിവുകൾ വിദ്യാഭ്യാസ നയത്തിലും മാർഗനിർദ്ദേശങ്ങളുമുണ്ട്. അവ ഉപയോഗപ്പെടുത്തണം. ഉദാഹരണത്തിന്, പാഠപുസ്തകങ്ങളിൽ ലോക്കൽ ഫ്ലേവർ അനുവദനീയമാണ്. ഏകീകൃതമായ ദേശീയ സിലബസ് നിർബന്ധമാക്കുന്നില്ല. ഈ സ്കൂളുകൾ കേരളത്തിലല്ലേ? അപ്പോൾ അവിടെ എന്ത് കുത്തിത്തിരിപ്പ് കേന്ദ്രം സൃഷ്ടിച്ചാലും പഠിപ്പിക്കുന്നവർ നമ്മുടെ അധ്യാപകരാണ്. മേൽനോട്ടം വഹിക്കുന്നത് PTA നമ്മുടേതാണ്. അങ്ങനെയൊന്നും സ്കൂളുകളെ വിഴുങ്ങാൻ BJPക്ക് ആകുകയില്ല. ഇത് നിഷ്കളങ്കമായി പറയുന്നതാണോ അതോ എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു കരിക്കുലത്തിൽ പാഠ്യപദ്ധതിയിൽ ഒരു പാഠഭാഗം ഉണ്ടാകുമ്പോൾ നമ്മുടെ അധ്യാപകർ മറ്റൊരു ലെസൺ ഇവിടെ കൊടുക്കുമെന്നാണോ? അത് എത്രത്തോളം സാധ്യമാണ്? സ്മൃതി തന്നെ ഇവിടുത്തെ ഇടത് പ്രതിയോട് ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം, കേരളത്തെ രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെന്റ് സാമ്പത്തികമായി ഞെരുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ ഉണ്ട് എന്ന നിലപാട് പല ഘട്ടത്തിലും പങ്കുവച്ചവരാണ് നമ്മൾ. നമുക്ക് അർഹമായത് പല സന്ദർഭത്തിലും കിട്ടിയിട്ടില്ല. പക്ഷെ ഇവിടെ ഈ കിട്ടാനുണ്ട് എന്ന് പറയുന്ന തുക അത് എത്രയുമാകട്ടെ, എത്ര കിട്ടും, ആ തർക്കത്തിലേക്കൊന്നും പോകണ്ട. അത് കിട്ടുന്നതിന് വേണ്ടി നിർബന്ധിതാവസ്ഥയിൽ PM ശ്രീയിൽ ഒപ്പുവെക്കാൻ ഞങ്ങൾക്ക് നിർബന്ധിതാവസ്ഥയിൽ ഞങ്ങൾക്ക് തയ്യാറാകേണ്ടി വരുന്നു. എന്നാൽ അങ്ങനെ തയ്യാറാകുമ്പോഴും ഈ NEP ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ടുള്ള BJPയുടെ ഒരു കാവ്യവൽക്കരണം അത് കേരളത്തിൽ നടപ്പാക്കാതിരിക്കാനുള്ള പഴുതുകൾ ഞങ്ങൾക്കുണ്ട് എന്നാണ് ഇപ്പോൾ ആകെ കൂടി ഒരു പറഞ്ഞു വെക്കുന്നതിന്റെ ഒരു മർമ്മം എന്ന് പറയുന്നത്. നമുക്ക് രാജ്യം ഭരിക്കുന്ന BJP ഗവൺമെന്റിന്റെ സ്വഭാവം നല്ല പോലെ അറിയാം. അവരുടെ അജണ്ടകൾ നടപ്പാക്കാത്ത സംസ്ഥാന സർക്കാരുകളെ, പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി ഞെരുക്കുക എന്നത് കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട് പോലുള്ള പ്രതിപക്ഷം ഭരിക്കുന്ന എല്ലാ സംസ്ഥാനങ്ങളിലും അവരുടെ അജണ്ടയാണ് എന്ന വികാരം നമ്മൾ പൊതുവായി പങ്കുവെക്കുമ്പോൾ ഇപ്പൊ PM ശ്രീയിൽ നമ്മൾ ഒപ്പുവെക്കാൻ തീരുമാനിക്കുന്നു. സ്വാഭാവികമായും ഇവിടെ ആര് പറഞ്ഞാലും NEPയിൽ നിന്ന് ഞങ്ങൾ ഒഴിവാണ് എന്ന് ഇപ്പൊ തോമസ് ഐസക്കും പറയുന്നില്ലല്ലോ. അതിൽ ചില പഴുതുകളുണ്ട്. നമുക്ക് പ്രാദേശികമായ അധ്യാപകരെയും PTA കമ്മിറ്റിയെയും അപ്പൊ ഇവരൊക്കെ ഏത് രൂപത്തിലൊക്കെ ചിന്തിക്കുന്നു എന്നൊക്കെ ഇപ്പോൾ നമുക്ക് എങ്ങനെ ഉറപ്പ് പറയാൻ പറ്റും? എല്ലായിടത്തും ആ രൂപത്തിലേക്ക് പോകുന്ന സാഹചര്യം നമ്മളിപ്പോൾ കേരളത്തിൽ കാണുന്നുണ്ട്. സ്മൃതി, ഞാൻ അതാണ് പറഞ്ഞു വരുന്നത്. ഇവിടെ ഇപ്പൊ ഈ ഒരു സ്പെസിഫിക് ആയ വിഷയം എടുത്താൽ ഇവിടെ ഇപ്പോൾ നമ്മൾ NEP പാഠപുസ്തകങ്ങൾ ഇതിനകത്ത് എന്ത് ലോക്കൽ ഫ്രെയിംവർക്ക് കൊടുത്താലും രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരിക്കാനാണ് ഈ NEP കൊണ്ടുവരുന്നത് എന്ന കാര്യത്തിൽ CPMന് തർക്കമില്ല. 2023 പീപ്പിൾസ് ഡെമോക്രസി പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ അത് പറയുന്നുണ്ട്. സാക്ഷാൽ പിണറായി വിജയൻ NEPക്കെതിരെ ഫെബ്രുവരി 7-ാം തീയതി അതേ വർഷം ഇട്ട പോസ്റ്റ് ഉണ്ട്. ഇത് വിദ്യാഭ്യാസ മേഖലയെ വർഗീയവൽക്കരിക്കാനാണ്. ഇനി പ്രശ്നമൊന്നുമില്ല, അങ്ങോട്ട് നടപ്പിലാക്കാവുന്നതേ ഉള്ളൂവെങ്കിൽ നമ്മൾ കഴിഞ്ഞ 4 വർഷം എന്തിനാ ഇതിനകത്ത് ഒപ്പുവെച്ച് ഈ ഫണ്ട് വാങ്ങാതെ മടിച്ചു നിന്നത് എന്ന ചോദ്യം ഉണ്ടല്ലോ. ഈ കഴിഞ്ഞ ജൂൺ മാസത്തിൽ പോലും കേരളത്തിന്റെ വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞത് ഈ സർവശിക്ഷാ അഭിയാനുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ട് നൽകുന്നതിൽ NEP പോലെയുള്ള പാഠ്യപദ്ധതികൾ നടപ്പാക്കണമെന്നും PM ശ്രീ നടപ്പാക്കണമെന്നും കേന്ദ്ര സർക്കാരിന് വാശി പിടിക്കാൻ അർഹതയില്ല എന്നുള്ളതാണ്. അപ്പൊ നേരത്തെ ഉണ്ടായിരുന്ന ഒരു നിലപാട് കാറ്റിൽ പറത്തിക്കൊണ്ട് ഇവരിത് നടപ്പാക്കുമ്പോൾ ഇപ്പൊ നവോത്ഥാന നായകന്മാരുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാണ്, ഇവിടുത്തെ ഇടത് പ്രതിനിധി കൂടി കേൾക്കണം. ഇന്ന് രാജ്യത്തിന്റെ രാഷ്ട്രപതി ശബരിമല സന്ദർശിച്ച ദിവസമാണ്. അവരെ സ്വീകരിക്കാൻ അവിടുത്തെ പൂജാരി ഇറങ്ങി വരുന്ന ചിത്രം ഷെയർ ചെയ്തുകൊണ്ട് CPM നേതാക്കന്മാർ പ്രചരിപ്പിക്കുന്നത് ഇത് നവോത്ഥാനമാണ് എന്നാണ്. എങ്കിൽ നിങ്ങൾ കാതു തുറന്ന് കേട്ടോളൂ. ഈ NEP പാഠപുസ്തകങ്ങൾ തയ്യാറാക്കാനുള്ള പ്രാഥമികമായ അധികാരമുള്ള ഏജൻസി NCERT അവർ 8ാം ക്ലാസ്സിൽ പുറത്തിറക്കിയ പുസ്തകത്തിൽ അത് റിവൈസ് ചെയ്തപ്പോൾ ദളിത് എന്ന വാക്കൊഴിവാക്കി. ഗുജറാത്ത് കലാപത്തെ കുറിച്ച് പഠിപ്പിക്കില്ല, ബാബറി മസ്ജിദ് ധ്വംസനത്തെ കുറിച്ച് പഠിപ്പിക്കില്ല, രാജ്യത്തെ തന്നെ കാലങ്ങളോളം ഇരുട്ടിൽ നിർത്തിയ ഇന്ത്യയിലെ ജാതി വ്യവസ്ഥയെ കുറിച്ച് പഠിപ്പിക്കില്ല. എന്തുകൊണ്ട് പഠിപ്പിക്കില്ല എന്ന് ചോദിച്ചാൽ ദീൻ ദയാൽ സക്ലാനി
പഠിപ്പിക്കില്ല, മറുഭാഗത്ത് പിന്നെ RSSനെ കുറിച്ച് വേണമെങ്കിൽ നല്ല നാലുവാചകം പറഞ്ഞേക്കാം എന്നൊക്കെയുള്ള നയം നടപ്പാക്കുമ്പോൾ ഇവിടെ PTA ഉണ്ടല്ലോ, അധ്യാപകരുണ്ടല്ലോ എന്ന് നിങ്ങൾ പറയുന്നതിന്റെ പിന്നിലെ മർമ്മം ഇത് ഒരു വിഷയത്തിലല്ല സ്മൃതി. നമ്മൾ ശ്രദ്ധിക്കണം, ചില സൂക്ഷ്മമായ മാറ്റങ്ങൾ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ഇപ്പോ ഇടതുപക്ഷ പ്രസ്ഥാനത്തിന്റെ തന്നെ ഒരു വകഭേദങ്ങളാണല്ലോ ഈ നക്സൽ മൂവ്മെന്റുകൾ. അവരടിച്ചമർത്തുന്ന ഒരു പദ്ധതി ഇപ്പൊ അമിത്ഷാ നടപ്പിലാക്കുന്നുണ്ട്. അതിനെതിരാണ് CPM കേന്ദ്ര കമ്മിറ്റിയുടെ നിലപാട്. എന്നാൽ വീട്ടിൽ പോയാണ്, ഓഫീസിലല്ല. അമിത്ഷായെ കണ്ടിട്ട് നമ്മുടെ മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും കൂടിയായ ആ ഇരട്ടച്ചങ്കൻ അമിത്ഷായുടെ കാതിൽ പറയുന്നത് ഈ ഇടത് തീവ്രവാദത്തെ അടിച്ചമർത്താനുള്ള ഫണ്ട് ഞങ്ങൾക്ക് നിർത്തിക്കളയല്ലേ, അത് ഇനിയും തന്നുകൊണ്ടേ ഇരിക്കണേ എന്നാണ്. എന്ന് വെച്ചാൽ ഇതൊരു നയം മാറ്റത്തിന്റെ ഭാഗമാണ്. ഈ രാജ്യത്ത് BJP അധികാരത്തിലിരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് വാരിക്കോരി അവർ കൊടുക്കുന്ന പണം കിട്ടാനുള്ള കാറ്റഗറിയിലേക്ക് വരാൻ പിണറായി വിജയൻ ആഗ്രഹിക്കുന്നു. എന്ന് വെച്ചാൽ ഈ രാജ്യത്ത് BJPക്ക് ഷിബു മീരാൻ ഇക്കാര്യത്തിൽ LDF എന്ന പോലെ തന്നെ UDF-ലും വ്യക്തത കുറവുണ്ടോ വിവിധ കക്ഷികൾക്ക്? ഇപ്പോൾ കോൺഗ്രസിൽ തന്നെ രണ്ട് തരത്തിലുള്ള പ്രതികരണം. KC വേണുഗോപാൽ ഇത് കേന്ദ്ര നയത്തെ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള പ്രതികരണം വരുന്നു. VD സതീശനാകട്ടെ MAB പറയുന്ന പോലെയാണ്, പണം നമുക്ക് കിട്ടാനുള്ളതല്ലേ, അത് അർഹതപ്പെട്ടത് നേടിയെടുക്കുക, എന്നിട്ട് നമ്മുടെ നയം നടപ്പാക്കുക എന്ന്. സാധ്യമായതാണോ? ഇക്കാര്യത്തിൽ നിങ്ങൾക്കിടയിൽ ഒരു കൂടിയാലോചന നടന്നിട്ടില്ല എന്നാണോ? അല്ല, എന്റെ പാർട്ടി സെക്രട്ടറിയുടെ നിലപാട് ഈ ചർച്ച ആരംഭിക്കുന്നതിന് മുൻപ് റിപ്പോർട്ടർ TV തന്നെ കാണിച്ചല്ലോ സ്മൃതി. ഞങ്ങൾക്ക് ഇതിനകത്ത് BJP ഗവൺമെന്റിന്റെ സ്വഭാവം എന്താണ് എന്നതിനെ സംബന്ധിച്ച് തീർച്ചയായും ഞാൻ അതാ പറയാമെന്ന്. അങ്ങനെ എന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടെങ്കിൽ അതുള്ളവർ അത് പരിഹരിച്ച് തീർക്കട്ടെ. UDF ഇത് ചർച്ച ചെയ്തിട്ടില്ല. ഈ വിഷയം മൂർത്തമായി വന്നതിന് ശേഷം UDF ചേർന്നിട്ടില്ല. UDF-ൽ ഞങ്ങളുടെ നിലപാട് പറയും. കോൺഗ്രസ് പൊതുവായൊരു നിലപാടിലേക്ക് വരും എന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഏതായാലും ഈ വിഷയത്തിൽ ഒരു കാര്യം വളരെ കൃത്യമാണ് സ്മൃതി, ഇത് വളരെ മൗലികമായ അടിസ്ഥാനപരമായ ഒരു നയംമാറ്റമാണ്. കേരളം ഒരു ബദലാണ്, കേരളം ഒരു മറുപടിയാണ് എന്നൊക്കെ പറഞ്ഞിരുന്നവർ ഭരണത്തിന്റെ അവസാന ഘട്ടം എത്തുമ്പോൾ സമ്പൂർണമായും BJPക്ക് കീഴടങ്ങും എന്നതിന്റെ തെളിവാണ്. സത്യത്തിൽ MA ബേബിയും ഇവിടെ ഇരിക്കുന്ന ആളും ഒക്കെ കഥയറിയാതെ ആട്ടം കാണാണ്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, അമിത്ഷായുമായി BJPയുമായി പിണറായി വിജയൻ ഒപ്പുവെച്ച ഒരു ഒത്തുതീർപ്പ് ധാരണയുണ്ട്. അതിലാകെ രണ്ട് വ്യവസ്ഥകളേ ഉള്ളൂ. ഒന്നാമത്തെ വ്യവസ്ഥ, എന്റെ 2 മക്കളെ ഒന്നും പറ്റാതെ അവിടുന്ന് അങ്ങോട്ട് പൊന്നുപോലെ നോക്കിക്കൊള്ളണം. പകരം BJPക്കാരനല്ലെങ്കിലും താമര ചിഹ്നത്തിൽ മത്സരിച്ചില്ലെങ്കിലും ഇവിടുന്നുള്ള തിരികൽപ്പനകളൊക്കെ വള്ളിവിള്ളു വിടാതെ ഞാൻ എന്റെ മലയാളക്കരയിൽ നടപ്പിലാക്കിയേക്കാം എന്ന ഒത്തുതീർപ്പ് പിണറായി വിജയൻ ഉണ്ടാക്കിയതിന്റെ ഭാഗമായിട്ടാണ് MA ബേബി പറഞ്ഞിട്ടും സാക്ഷാൽ CPI പറഞ്ഞിട്ടും ഈ നടപടികളുമായി പിണറായി വിജയൻ മുന്നോട്ട് പോകുന്നത്. ഇടതുപക്ഷ മുന്നണിയിൽ പോലും ചർച്ച ചെയ്യാതെ ഇത്ര ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ സ്വഭാവത്തിലെ മൗലികമായ ഒരു നയവ്യധ്യാനത്തിലേക്ക് പിണറായി വിജയൻ പോകുന്നത് തിരിച്ചറിയാൻ CPM-ന് കഴിഞ്ഞാൽ വലിയൊരു ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയും. ശരി, ശ്രീ OK ജയകൃഷ്ണൻ, നമ്മൾ കഴിഞ്ഞ ദിവസവും ഇരുന്നതാണ്. അതിനുശേഷം ഇന്നും ബിനോയ് വിശ്വം ഒന്നുകൂടി വ്യക്തമായി തന്നെ പറയുന്നു, നടപ്പാക്കാൻ അനുവദിക്കില്ല. മാത്രമല്ല മന്ത്രിമാരോട് മന്ത്രിസഭാ യോഗത്തിൽ നമ്മുടെ നിലപാട് ഇതാണ് എന്ന് കർക്കശമായി പറയാൻ പറഞ്ഞു. മുഖ്യമന്ത്രിയോട് ഇതിൽ ഒപ്പിട്ടാൽ ഉണ്ടാകുന്ന ഭവിഷ്യത്തിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചിരിക്കുന്നു CPM മന്ത്രിമാർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ അത് ഒപ്പിടേണ്ടി വരേണ്ട അവസ്ഥയുണ്ട് എന്ന് മന്ത്രി ശിവൻകുട്ടിയുടെ പ്രതികരണമാണ് നമ്മൾ കണ്ടത്. മുഖ്യമന്ത്രിയുടെ പ്രതികരണം കണ്ടിട്ടില്ല. നേരത്തെ മന്ത്രിസഭാ യോഗത്തിൽ ഇത് ചർച്ചയ്ക്ക് വന്നതാണ്. അന്നും CPI എതിർത്തതാണ്. അന്ന് LDF-ൽ ചർച്ച ചെയ്യാം എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരുന്നത്. ഇതുവരെ LDF-ൽ ചർച്ച ചെയ്തില്ലല്ലോ. അപ്പോൾ അതിനെ എങ്ങനെയാണ് CPI കാണുന്നത്? ഇത് നയം മാറുന്നില്ല, പണം വാങ്ങുന്നു എന്ന നിലപാട് വീണ്ടും ആവർത്തിക്കുമ്പോൾ അതെങ്ങനെ സാധിക്കുമെന്നുള്ള ചോദ്യമല്ലേ CPI ഉയർത്തുന്നത്? തീർച്ചയായും കേരളത്തിന് ഇണങ്ങുന്ന ഒരു പദ്ധതിയല്ല ഇത്. കേരളത്തിൻ്റെ സാഹചര്യത്തിൽ കേരളത്തിന് ആവശ്യമില്ലാത്ത ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അതിൻ്റെ പ്രചരണത്തിനും ദേശീയ വിദ്യാഭ്യാസം ഷോക്കേസ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് PM ശ്രീ പദ്ധതി എന്ന് അതിൻ്റെ ആമുഖത്തിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളം ദേശീയ വിദ്യാഭ്യാസ നയം ഒപ്പിടില്ല അല്ലെങ്കിൽ നടപ്പാക്കില്ല എന്ന് പ്രഖ്യാപിച്ച സംസ്ഥാനമാണ്. അതുകൊണ്ട് തന്നെ കേരളത്തിന് PM ശ്രീ പദ്ധതി നടപ്പാക്കേണ്ട ബാധ്യതയില്ല. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കുന്നതിൻ്റെ എക്സംപ്ലറി സ്കൂൾസ്, മാതൃകാ വിദ്യാലയങ്ങൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള പദ്ധതിയാണ് 2023 കേന്ദ്ര മന്ത്രിസഭ പ്രഖ്യാപിച്ച PM ശ്രീ വിദ്യാലയങ്ങൾ. PM ശ്രീ വിദ്യാലയങ്ങൾ ഏറ്റെടുക്കേണ്ട ബാധ്യത കേരളത്തിന് അതുകൊണ്ട് തന്നെയില്ല. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കാത്ത ഒരു സംസ്ഥാനം എന്തിനാണ് PM ശ്രീ സ്കൂളുകൾ അംഗീകരിച്ച് PM ശ്രീയിൽ ഒപ്പുവെക്കുന്നത്? ദേശീയ വിദ്യാഭ്യാസ നയം നേരത്തെ ഇവിടെ സുഹൃത്തുക്കൾ സൂചിപ്പിച്ചതുപോലെ
തുടക്കം മുതൽ ഇന്ത്യയുടെ ചരിത്രത്തിൽ 2020 ചർച്ച കൂടാതെ നടപ്പാക്കിയ വിദ്യാഭ്യാസ നയം കേവലം പോളിസിയല്ല. ഒരു വിദ്യാഭ്യാസ നയമുണ്ടെങ്കിൽ അത് ദേശീയ വിദ്യാഭ്യാസ നയമാണ്. പാർലമെന്റിനെ മാറ്റി നിർത്തി, പാർലമെന്റ് കൂടുന്ന സമയത്താണ് ആ വിദ്യാഭ്യാസ നയം അവതരിപ്പിച്ചത്, പുറത്തു വന്നത്. ഇന്ത്യക്കകത്ത് മതേതര കക്ഷികളെല്ലാം തന്നെ, വിദ്യാഭ്യാസ പ്രേമികളെല്ലാം തന്നെ എതിർത്ത വിദ്യാഭ്യാസ നയമാണ്. എന്തുകൊണ്ടാണ്? ഒന്ന്, ആ നയം നടപ്പാക്കുമ്പോൾ ഒരു പൊതു ചർച്ചയിലേക്ക് പോയിട്ടില്ല. കേരളം എത്രയോ ദേശീയ വിദ്യാഭ്യാസ നയത്തിന് അനുസൃതമായാണ് കൺകറന്റ് ലിസ്റ്റിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനം അതിന്റെ പാഠ്യപദ്ധതി രൂപീകരിക്കേണ്ടത്. അത് മറന്നുകൊണ്ടല്ല പറയുന്നത്. എന്നാൽ ആ ഫ്രെയിംവർക്കിനുള്ളിൽ നിന്നുകൊണ്ട് കേരളം അതിന്റെ തനത് പാഠ്യപദ്ധതി രൂപീകരിച്ചിട്ടുണ്ട്. രണ്ടാമത്തത്, 1466 കോടി രൂപ PM ശ്രീ ഇനത്തിൽ ലഭിക്കാനില്ല. PM ശ്രീ ഇനത്തിൽ തുച്ഛമായ തുക മാത്രമേ ലഭിക്കാനുള്ളൂ. 2023 മുതൽ 27 വരെയുള്ള പദ്ധതിയാണ് PM ശ്രീ. അടുത്ത 2 വർഷത്തെ 1.5 വർഷം മാത്രമേ ഉള്ളൂ. 27 മാർച്ച് വരെ. അതും മാറ്റൂ. ഈ ഭരണ കാലയളവ് നോക്കൂ. അപ്പോഴോ? അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ആ ഇനത്തിലുള്ള തുകയല്ല യഥാർത്ഥത്തിൽ തടഞ്ഞു വെച്ചിരിക്കുന്നത്. PM ശ്രീ ഒപ്പിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുവാനുള്ള വിദ്യാഭ്യാസ വിഹിതം തടഞ്ഞു വെക്കും എന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ആ വിഹിതം ഏതാണ്? നേരത്തെ ശ്രീ ജയേന്ദ്രൻ സാർ സൂചിപ്പിച്ചതുപോലെ സമഗ്ര ശിക്ഷ കേരളക്ക് ലഭിക്കുവാനുള്ള തുക നോക്കൂ. ആ തുക ലഭിക്കും എന്നതിന് PM ശ്രീയിൽ ഒപ്പിട്ടാൽ ആ തുക ലഭിക്കും. വിദ്യാഭ്യാസം എന്നുള്ളത് അതിന്റെ ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നത്. രാജ്യത്തെ മൗലികാവകാശമാണ്. അപ്പോൾ അതിനെതിരെ ഉള്ള ഒരു നടപടി കേന്ദ്ര സർക്കാർ എടുത്താൽ നമുക്ക് കോടതിയിൽ പോകാൻ വഴിയുണ്ടല്ലോ. നിർബന്ധമായും ഉണ്ട്. കേന്ദ്ര വിദ്യാഭ്യാസ നയം, കേന്ദ്ര വിദ്യാഭ്യാസ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ അത് നടപ്പാക്കാനുള്ള ഏജൻസിയാണ് SSK. SSKക്ക് അനുവദിച്ചിരിക്കുന്ന തുക, ഓരോ വർഷവും അനുവദിച്ച തുകയാണ് തടഞ്ഞു വെച്ചിരിക്കുന്നത്. ആ വാദമാണ് തമിഴ്നാട് സുപ്രീം കോടതിയിൽ ഉന്നയിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് തമിഴ്നാടിന് ആ തുക കൊടുക്കണമെന്ന് പറഞ്ഞത്. കാരണം കേന്ദ്ര വിദ്യാഭ്യാസ നിയമത്തെ RTE വയലേറ്റ് ചെയ്യുവാൻ ഒരു സർക്കാരിനും ഒരു സംവിധാനത്തിനും സാധിക്കില്ല. ഒറ്റ കാര്യം ഞാൻ സൂചിപ്പിക്കാം, ഈ തുക ലഭിക്കും എന്നതിന് എന്താണ് ഉറപ്പ്? PM ശ്രീയിൽ ഒപ്പിട്ടാൽ ഈ തുക ലഭിക്കുമെന്ന് ഉറപ്പുണ്ടോ? 1466 കോടിയൊന്നും 23 മുതൽ ഉള്ള തുകയിൽ നമുക്ക് ലഭിക്കാനില്ല എന്നുള്ളത് വസ്തുതയാണ്. 2023 351 കോടി രൂപ, 24 429 കോടി രൂപ, 25 സംസ്ഥാനം മാത്രം ചെലവഴിച്ച 165 കോടി രൂപ. ഇതാണ് ഈ ചുരുങ്ങിയ PM ശ്രീ ഒപ്പിടണം എന്ന വാദം ഉന്നയിച്ച കാലത്തെ നമുക്ക് ലഭിക്കുവാനുള്ള തുക. അങ്ങനെയെങ്കിൽ 2023-24 കാലഘട്ടത്തിൽ അന്നത്തെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ശ്രീമതി റാണി ജോർജ് IAS അവരും സംഘവും ഡൽഹിയിൽ പോയി PM ശ്രീ നടപ്പാക്കാനുള്ള ഒരു അണ്ടർടേക്കിംഗ് നൽകുകയുണ്ടായി. ആ അണ്ടർടേക്കിംഗ് നൽകിയിട്ട് അന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞത്, നിങ്ങൾ അണ്ടർടേക്കിംഗ് നൽകൂ, തുക പിൻവലിക്കാൻ അവസരം നൽകാമെന്നാണ്. അണ്ടർടേക്കിംഗ് നൽകിയിട്ട് 23-24 വർഷത്തെ തുക പിൻവലിക്കാൻ അനുവദിച്ചോ? 23-24 വർഷത്തെ തുക പിൻവലിക്കാൻ അനുവദിച്ചില്ലെന്ന് മാത്രമല്ല, PM ശ്രീയെ കാണിച്ച് പേടിപ്പിച്ച് ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ ഒപ്പിടിക്കുവാനുള്ള സാഫ്രണൈസേഷൻ, കാവ്യവൽക്കരണം കേരളത്തിലെ വിദ്യാലയങ്ങളിൽ നടപ്പാക്കാനുള്ള നയമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. അതിന് വശംവദരാകരുത്, അതിന് വഴങ്ങരുത്. ഇതാണ് ഞങ്ങൾ അന്നും ഇന്നും ആവശ്യപ്പെടുന്നത്. തീർച്ചയായും ഈ നോക്കൂ, 14,500 വിദ്യാലയങ്ങളിലാണ് ഇത് നടപ്പാക്കുന്നത്. ഒരു ബ്ലോക്കിൽ 2 വിദ്യാലയങ്ങൾ എന്ന് പറഞ്ഞു. കേരളത്തിൽ അത് നിജപ്പെടുത്തിയിരിക്കുന്നത് 150-ഉം 200-നും ഇടയിലുള്ള വിദ്യാലയങ്ങളാണ്. ബോർഡ് വെക്കുന്നതിൽ ഞങ്ങൾ എതിരല്ല. PM-ന്റെ ബോർഡ് വെച്ചാൽ തകർന്നു പോകുന്നതല്ല കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം. കേരളത്തിന്റെ പൊതുവിദ്യാലയങ്ങൾക്ക് മുമ്പ് PM ശ്രീ എന്ന ബോർഡ് വെക്കുന്നതല്ല പ്രശ്നം. കേരളത്തിന്റെ പൊതുവിദ്യാലയങ്ങളെ ദേശീയ വിദ്യാഭ്യാസ നയത്തിനും കാവ്യവൽക്കരണത്തിനും അടിയറ വെക്കുന്നത്, അത് ഈ നയം ഇതിൽ ഒപ്പുവെച്ചാൽ അതിലേക്ക് പോകും. അത് എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ചാൽ, അതിന്റെ പദ്ധതി രേഖ PM ശ്രീ ഫ്രെയിം വർക്ക് ഓൺ സ്കൂൾ ട്രാൻസ്ഫോർമേഷനിൽ കൃത്യമായി പറഞ്ഞു വെക്കുകയാണ്. അതിന്റെ 6 പില്ലറുകൾ സൂചിപ്പിക്കുന്നത് പാഠ്യപദ്ധതിയിൽ, അസസ്മെന്റിൽ, മോണിറ്ററിംഗിൽ എല്ലാം. മാത്രമല്ല, ഇങ്ങനെ തെരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാലയം, ഒരു ബ്ലോക്കിനകത്ത് തെരഞ്ഞെടുക്കപ്പെടുന്ന വിദ്യാലയം ആ ബ്ലോക്കിലെ ലീഡ് സ്കൂളാണ്. ആ ലീഡ് സ്കൂളിന്റെ കീഴിലായിരിക്കും ആ ബ്ലോക്കിലെ മറ്റു സ്കൂളുകളെല്ലാം തന്നെ.
അങ്ങനെയെങ്കിൽ ലീഡ് സ്കൂളിന്, കേന്ദ്ര നിയന്ത്രണത്തിലുള്ള ലീഡ് സ്കൂളിനെ, പൊതുവിദ്യാലയം, കേരളത്തിന്റെ പൊതുവിദ്യാലയമായ ലീഡ് സ്കൂൾ 2 തട്ടിലാവുകയാണ്. കേരളത്തിൽ ഇത് അംഗീകരിച്ചു കഴിഞ്ഞാൽ PM ശ്രീ അല്ലെങ്കിൽ ദേശീയ വിദ്യാഭ്യാസ നയം അംഗീകരിച്ച പൊതുവിദ്യാലയം, കേരളത്തിന്റെ സിലബസും കേരളത്തിന്റെ ബോർഡിന് കീഴിലും ഉള്ള പൊതുവിദ്യാലയം, ഈ 2 തട്ട്, ഇതിൽ നിന്നും എങ്ങനെ രക്ഷപ്പെടാൻ നമുക്ക് കഴിയും? ശരിയാണ്, നമ്മുടെ പണം തടഞ്ഞു വെച്ചത് അനീതിയാണ്. നമുക്ക് അർഹതപ്പെട്ട പണമാണ്. ബജറ്റ് അവതരിപ്പിക്കുന്ന കാലത്താണെങ്കിൽ ബജറ്റ് വിഹിതമായി ലഭിക്കേണ്ട തുകയാണ് ഇപ്പോൾ പദ്ധതി ഇനത്തിൽ വിദ്യാഭ്യാസത്തിനും മറ്റു മേഖലകൾക്കും എല്ലാം നൽകുന്നത്. അതുകൊണ്ട് ഈ തടഞ്ഞു വെച്ച തുക വാങ്ങിക്കുന്നതിനുള്ള നിയമപരവും ഭരണപരവുമായ നടപടികളാണ് നീങ്ങേണ്ടത്. അല്ലാതെ ഇത്തരം ചതിക്കുഴികളിൽ അല്ലെങ്കിൽ ട്രാപ്പുകളിൽ ചെന്ന് പെടരുത് എന്നതാണ് ഞങ്ങളുടെ നയം. അതാണ് ഉറക്കെ എന്നും അന്നും ഇന്നും അടിവരയിട്ട് പറയാൻ ആഗ്രഹിക്കുന്നു. ശരി, 3 പേരുടെ പ്രതികരണങ്ങൾ വരുമ്പോൾ TP ജയചന്ദ്രൻ അദ്ദേഹം മറുപടി നൽകാൻ കാത്തിരിക്കും. ദേശീയ വിദ്യാഭ്യാസ നയം നടപ്പാക്കേണ്ടി വരും എന്നതാണ് വ്യവസ്ഥ എന്നുള്ളതാണ് പറയുന്നതാണ്. CPM ആവർത്തിച്ച് പറയുന്നത് അത് സാധിക്കില്ല എന്ന്. BJP എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നത്? PM ശ്രീയിൽ ഒപ്പിട്ടതുകൊണ്ട് അങ്ങനെ ആശങ്കപ്പെടേണ്ടതില്ല എന്നാണോ? ദേശീയ വിദ്യാഭ്യാസ നയം എന്നുള്ളത് എല്ലായിടത്തും നടപ്പാക്കാനുള്ളതാണ്, അത് കേരളത്തിലും നടപ്പാക്കിയിരിക്കും എന്നുള്ളതാണോ? സ്മൃതി, ആമുഖമായിട്ട് പറയാനുള്ളത്, ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നവരൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഭാരതീയ ജനതാ പാർട്ടി ഓട് പൊളിച്ച് അകത്ത് കയറി ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണം കൈയടക്കിയതല്ല. മറിച്ച് കേരളത്തിൽ എങ്ങനെയാണോ പിണറായി വന്നത്, കർണാടകയിൽ എങ്ങനെയാണോ സിദ്ധരാമയ്യ വന്നത്, അതുപോലെ ഈ രാജ്യത്തെ ജനങ്ങൾ ഞങ്ങളുടെ നയവും പരിപാടിയും മുന്നോട്ട് വെച്ച് അത് നടപ്പിലാക്കാൻ വേണ്ടിയാണ് BJP തിരഞ്ഞെടുത്ത് കൊണ്ടുവന്നത്. ഭാരതീയ ജനതാ പാർട്ടി അതിനനുസരിച്ച് നിലപാടും നയവും കൃത്യമായും വ്യക്തമായും നടപ്പിലാക്കി കൊണ്ട് മുന്നോട്ട് പോകും. പക്ഷെ പാഠപുസ്തകത്തിൽ ഡെമോക്രസിയെ കുറിച്ച് പഠിപ്പിക്കുന്നില്ല, അത് ഒഴിവാക്കിയിരിക്കുകയാണ് പാഠഭാഗത്തിൽ നിന്നും. അതൊക്കെ ഞാൻ പറയാം സ്മൃതി, ഇങ്ങനെ തുടക്കത്തിലെ എൻ്റെ വായെ കിടന്ന് കോലിട്ടിളക്കണ്ട, ഞാനൊന്ന് പറഞ്ഞോട്ടെ. രണ്ടാമത്, ഇതിൽ ആർക്കാ സ്മൃതി നയമുള്ളത്? CPIക്കാണോ നയം? അടിയന്തരാവസ്ഥയിൽ കോൺഗ്രസിനൊപ്പമായിരുന്നു. ഈ രാജ്യത്തെ ഭരണഘടന പിച്ച് ചീന്തിയപ്പോഴവർ കോൺഗ്രസിനൊപ്പമായിരുന്നു. ഈ CPI ഇതേ മുസ്ലിം ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും ഒപ്പമല്ലേ കേരളത്തിൻ്റെ പുറത്തു പോയാൽ? ഇവർക്ക് ആർക്കാ നയവും നിലപാടും ഉള്ളത്? അതുകൊണ്ട് ഇതൊരു കാര്യം നമ്മൾ തുറന്ന് സമ്മതിക്കണം, ഉളുപ്പില്ലായ്മയുടെ മാതൃകയാണിത്. കാല് പിടിച്ച് സാഷ്ടാംഗ പ്രണാമം നടത്തി നരേന്ദ്രമോദിയോട് അവർ സാഷ്ടാംഗം പറഞ്ഞിരിക്കുന്നു. ഇനി സ്മൃതി ചോദിച്ച ചോദ്യം, അല്ല മീരാനെ, ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യ രാജ്യത്ത് 36 കേന്ദ്ര സംസ്ഥാന ഭരണപ്രദേശങ്ങളുണ്ട്. നിങ്ങൾക്കറിയോ, കേരളം കൂടി ഒപ്പിട്ടാൽ ഇനി ആകെ 2 സംസ്ഥാനം ഒപ്പിടാനുള്ളത്. മീരാൻ അറിയോ? നിങ്ങളൊരു മുന്നണീൻ്റെ ഭാഗമല്ലേ മീരാനെ? അല്ല മിസ്റ്റർ മീരാൻ, കർണാടകയിലെ 478 സ്കൂൾ നടപ്പിലാക്കുന്നുണ്ടോ? പറ. ഹിമാചൽ പ്രദേശിൽ കോൺഗ്രസ് അല്ലേ ഭരിക്കുന്നത്, 150 സ്കൂൾ നടപ്പിലാക്കുന്നുണ്ടോ നിങ്ങൾ? ഇന്ത്യ രാജ്യത്ത് ഏറ്റവും കൂടുതൽ പൈസ മുടക്കി നടപ്പിലാക്കുന്നത് തെലുങ്കാനയാണ്. നിങ്ങൾക്കറിയോ? 794 സ്കൂളുകളാണ് നടപ്പിലാക്കുന്നത്. ഇനി ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യം, ഈ രാജ്യത്തെ ജനങ്ങളുടെ മുമ്പാകെ ഇത് മാത്രമാണോ സ്മൃതി നമ്മുടെ മുമ്പിലുള്ളത്? ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന ബോർഡ് ഞങ്ങൾ വെക്കില്ല പറഞ്ഞിരുന്നോ പിണറായിയും കൂട്ടരും? അതിന് പിന്തുണ കൊടുത്തിരുന്നോ കോൺഗ്രസ്? എന്താണ് ആയുർ മന്ദിർ എന്ന് കേരളത്തിലെ ആശുപത്രിയുടെ മുമ്പിൽ വെച്ചാൽ കേരളത്തിൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൻ്റെ പൈസ കൊടുക്കുന്ന ആരാണ് എന്ന്. അത് ഞങ്ങളാണ് എന്നുള്ള വിടുവായത്വം പൊട്ടിപ്പോകും. എന്നിട്ട് കേരളത്തിലെ ആയുർ മന്ദിരത്തിൻ്റെ ബോർഡ് വെച്ചപ്പോൾ കേരളത്തിലെ ആശുപത്രികൾ പൊളിഞ്ഞു പോയോ? അവിടുത്തെ കേരളത്തിലെ ജനങ്ങളെ പോക്ക് നിർത്തിയോ? ഇതൊക്കെ തട്ടിപ്പല്ലേ? ഇനി ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യവും കൂടെ, ഇതിനകത്ത് ഈ കരാറ് നിങ്ങൾക്കൊഴികായി ഞാൻ ഉറപ്പിച്ച് പറയാം, PM ശ്രീ, SSA, NEP 2020 ഇതൊന്നും വേർതിരിച്ച് കാണാൻ പറ്റുന്നതല്ല. ഇതെല്ലാം ഒന്നിൻ്റെ വകഭേദങ്ങളാണ്. പ്രധാനമന്ത്രി സ്കൂൾ ഓഫ് റൈസിംഗ് ഇന്ത്യ, ഉയരുന്ന ഭാരതത്തിലെ വിദ്യാലയങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വേണ്ടേ? ഞാൻ എൻ്റെ മീരാനോടും എൻ്റെ CPIക്കാരോടും ചോദിക്കുന്നു, അല്ല സർ, അടിസ്ഥാന സൗകര്യ വികസനത്തിന് അതാണോ കാവ്യവൽക്കരണം? സ്മാർട്ട് സ്കൂളുകൾ, സ്മാർട്ട് ക്ലാസ് റൂമുകൾ നിർമ്മിക്കുന്നതാണോ കാവ്യവൽക്കരണം? എൻഹാൻസ്ഡ് ലൈബ്രറി നിർമ്മിക്കുന്നതാണോ കാവ്യവൽക്കരണം? ലബോറട്ടറികൾ പരിഷ്കരിക്കുന്നതാണോ കാവ്യവൽക്കരണം? പ്ലേ ഗ്രൗണ്ടുകളുടെ ഉയർത്തയാണോ? സോളാർ പാനലുകളും LED ലൈറ്റുകളും ന്യൂട്രീഷൻ ഗാർഡനുകളും വേസ്റ്റ് മാനേജ്മെൻറ്റും റെയിൻ വാട്ടർ ഹാർവസ്റ്റിങ്ങും പ്ലാസ്റ്റിക് ഫ്രീ ക്യാമ്പസുകളും നിർമ്മിക്കുന്നതാണോ കാവ്യവൽക്കരണം? ഈ രാജ്യത്ത് കോടാനുകോടി കോൺഗ്രസ് ഗവൺമെന്റുകളും അല്ലാത്ത ഗവൺമെന്റുകളും സ്വീകരിച്ചു കഴിഞ്ഞു സ്മൃതി. ഇതൊന്നുമല്ലല്ലോ വിഷയം. വികാരം എന്താ? നോക്കൂ CP ജയചന്ദ്രൻ, ഇതൊന്നുമല്ലല്ലോ വിഷയം. അങ്ങ് പാഠപുസ്തകത്തിലേക്ക് വരൂന്നേ, കരിക്കുലത്തിലേക്ക് വരൂ.
അത് ആ ചോദ്യം സ്മൃതി ചോദിക്കേണ്ടത് ജയചന്ദ്രനോടും CPI-കാരനോടുമാണ്. മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെക്കാൻ പോകുന്നത് എന്താ സ്മൃതി? മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒപ്പുവെക്കാൻ പോകുന്നത് ഒന്ന്, ഞങ്ങൾ NEP നടപ്പിലും T20 നടപ്പിലാക്കും ഇല്ലേ? ഞങ്ങൾ ഇവിടെ 10+2 പാറ്റേൺ മാറ്റിയിട്ട് 5+3+3+4 പാറ്റേൺ നടപ്പിലാക്കും ഇല്ലേ? ഈ സ്കൂളുകൾ നടപ്പിലാക്കാൻ പോകുന്നിടത്ത് ഇത് രണ്ടും ലംഘിക്കാൻ സാധിക്കുമോ? അങ്ങനെ ഒരു മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഒപ്പിട്ട് കൊടുത്താൽ അതിൽ നിന്ന് പിന്മാറാൻ ഇവർക്ക് കഴിയുമോ? കേരളത്തിലെ ചില സ്കൂളുകൾ ഇങ്ങനെയും ബാക്കിയുള്ള സ്കൂളുകൾ അങ്ങനെയും നടക്കുമോ സ്മൃതി? +2 കഴിഞ്ഞ കുട്ടികൾ ഈ സ്കൂളിൽ അവിടെ തന്നെ പഠിക്കും, മറ്റുള്ളവർ എങ്ങോട്ട് പോകും? ഈ സ്കൂളുകളിൽ മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്ങിൽ NEP നടപ്പിലാക്കാമെന്ന് ഉറപ്പ് കൊടുക്കും. ഇങ്ങനെ രണ്ടിടത്ത് നടക്കാൻ സാധിക്കുമോ? ആരോഗ്യമന്ത്രിയിൽ സംഭവിച്ച മാതിരി തന്നെ ഇവിടെ മറിച്ചൊന്നും സംഭവിക്കാൻ പോകുന്നില്ല സ്മൃതി. ഈ രാജ്യത്ത് ഒരു കാര്യം കൂടി ഇവരൊക്കെ മനസ്സിലാക്കണം. ഇവിടെ ചില ആളുകൾ ഇപ്പോൾ BJPക്ക് വർഗീയതയ്ക്ക് ക്ലാസ് എടുക്കുന്നത് കേട്ടു. ഒരാൾ കാസർഗോഡ് വിളിച്ച മുദ്രാവാക്യം മീരാൻ ഓർമ്മയുണ്ടോ? അമ്പലനടയിൽ പച്ചയ്ക്ക് കെട്ടി തൂക്കി കത്തിക്കും. RSSനെ കത്തിക്കും എന്നല്ല പറഞ്ഞത്, ആര്യ കത്തിക്കും എന്ന് പറഞ്ഞത്. വേറൊരു നേതാവ്, മീരാന്റെ നേതാവ് പറഞ്ഞിട്ടുണ്ട്, മതമാണ് 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 പ്രശ്നം, ഞങ്ങൾ മതത്തിനു വേണ്ടി മാത്രമാണ് ഭരിക്കുന്നത്. ഇവരാണ് ഇവിടെ വന്നിട്ട് പ്രേക്ഷകന്മാർക്ക് മതത്തെക്കുറിച്ചും വർഗീയത നമ്മൾ പാഠപുസ്തകത്തിലേക്ക് വരുമ്പോൾ പാഠപുസ്തകത്തിലെ ദേശീയ നയം ഒന്ന് വിശദീകരിക്കൂ. അല്ല, അത് ഒരുപാട് ചർച്ച ചെയ്തതല്ലേ? അല്ല, ഇനിയും അതിലേക്ക് വരേണ്ടി വരുന്നേ, അതല്ലേ നടപ്പാക്കാൻ പോകുന്നത്, അപ്പൊ പറയേണ്ടി വരില്ലേ? അല്ല പറയട്ടെ, ഞാൻ തന്നെ പറയാം. കർണാടകത്തില് ഈ എന്താ പറയാ 478 സ്കൂളുകളിൽ ഇത് നടപ്പിലാക്കിയിട്ട് അവിടെ ഭൂകമ്പം ഉണ്ടായോ സ്മൃതി? അല്ല, ഭൂകമ്പം ഉണ്ടാകുന്നു എന്നുള്ളതല്ലോ. അല്ല, ഭൂകമ്പം ഉണ്ടാകുന്നു എന്നുള്ളതല്ലോ. ഭൂകമ്പമൊക്കെ എങ്ങനെ ഉണ്ടാകുന്നതാണ് നിങ്ങൾ പഠിപ്പിക്കുന്നതെന്നൊക്കെയാണ് പ്രശ്നമേ. നിങ്ങൾ വിമാനത്തെക്കുറിച്ച് പുഷ്പവിമാനമാണ് ആദ്യത്തെ വിമാനം എന്ന് പറയുന്നു. കേന്ദ്രമന്ത്രിമാർ തന്നെ ശാസ്ത്രവും മിത്തും തമ്മിൽ ഒരുമിച്ച് ചേർത്ത് മിത്ത് തന്നെയാണ് ശാസ്ത്രം എന്ന രീതിയിൽ പറയുന്നു. അതിനെതിരെ പ്രതികരിക്കുന്നവർക്കെതിരെ വേറെ രീതിയിൽ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കുന്നു. ഇതൊക്കെ നമ്മൾ കാണുന്നതാണല്ലോ. അങ്ങിപ്പോൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ ശരി, വികസനവുമായി ബന്ധപ്പെട്ട് സ്കൂളുകളുടെ വികസനവുമായി ബന്ധപ്പെട്ട് ലാബുകളുടെ കാര്യം, കെട്ടിടങ്ങളുടെ കാര്യം വളരെ പ്രോഗ്രസീവായ കാര്യങ്ങളാണ് അങ്ങ് പറഞ്ഞത്. ഇതിലേക്ക് അങ്ങ് വന്നതുമില്ല. അല്ല, ഞാൻ അതിലേക്ക് തന്നെയാണ് സ്മൃതി വരുന്നത്. ഒന്ന്, ഈ രാജ്യത്തെ ജനങ്ങൾ സ്വീകരിക്കാത്ത ഏതെങ്കിലും ഒരു വികസന പ്രവർത്തനം, ഒരു പദ്ധതിയും ഇന്ത്യ രാജ്യത്ത് വികസിക്കുമെന്ന് സ്മൃതി വിശ്വസിക്കുന്നോ? മനസ്സിലായില്ല. അവസാന വാക്കൊന്നുമല്ല ഭരണകൂടം. പാഠപുസ്തകം നിങ്ങൾ കരിക്കുലത്തിൽ ഒരു കാര്യങ്ങൾ കൊണ്ടുവന്നു കഴിഞ്ഞാൽ എന്താണ് പിന്നെ എന്താണ് കുട്ടികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ രക്ഷിതാക്കളെ സംബന്ധിച്ച് വഴി എന്താണ്? അങ്ങൊന്ന് പറഞ്ഞു തരൂ. ഒരു പ്രക്ഷോഭം നടത്തി അതിനെ എതിർക്കണമെന്നോ എന്താണ് അങ്ങ് പറയുന്നത്? എന്താ സ്മൃതി ചോദിച്ചാൽ മനസ്സിലായില്ല. എല്ലാവരും അംഗീകരിക്കുന്നു എന്നുള്ളത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? നിങ്ങളുടെ വിദ്യാഭ്യാസ നയത്തെ എല്ലാവരും അംഗീകരിക്കുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത്? അംഗീകരിക്കാത്തവരാണല്ലോ ബാക്കി 3 പേർ, അവരല്ലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അല്ല, അത് കഴിഞ്ഞ ഹരിയാന തെരഞ്ഞെടുപ്പിന്റെ രാവിലെ സ്മൃതി തുള്ളിക്കളിച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ സ്മൃതിക്ക് മനസ്സിലായില്ല എങ്ങനെയത് മനസ്സിലാവുക എന്ന്. തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പ് വോട്ടെണ്ണിയപ്പോഴും നിങ്ങളുടെ പ്രവചനം മാറി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ല എങ്ങനെയാണ് ഇന്ത്യ രാജ്യത്തെ ജനങ്ങളുടെ മനസ്സറിയുന്നത് എന്ന്. മഹാരാഷ്ട്രയിലെ തെരഞ്ഞെടുപ്പിൽ രാവിലെ തുള്ളിക്കളിച്ചവർ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ ഹിതം പരിശോധിക്കുന്നത് എങ്ങനെയാണ് എന്ന്? ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ എങ്ങനെയാണ് തുള്ളിക്കളിച്ചിരുന്നത്? എന്നിട്ട് ഒറ്റയ്ക്ക് ഭരിക്കാനായോ? ആ ചോദ്യം ഉണ്ടല്ലോ. അല്ല, ഏതായാലും സ്മൃതിയുടെ പാർട്ടിയുടെ പിന്തുണയുമായിട്ടല്ലല്ലോ. അതേത് പാർട്ടി? ഒറ്റയ്ക്ക് ഭരിച്ചതിന് ശേഷം ഇപ്പോൾ ചോദ്യങ്ങൾക്ക് ഉത്തരമല്ലേ പ്രതീക്ഷിക്കുന്നത്? ഇതിലിപ്പോൾ വിവിധ പാർട്ടികളിലെ പ്രതിനിധികൾ ഇരിക്കുകയാണ്. ഇവർ ഓരോരുത്തരും ആശങ്കയാണ് പ്രകടിപ്പിക്കുന്നത്. ഒരു മുന്നണിയിലെ തന്നെ 2 പാർട്ടികൾക്ക് 2 അഭിപ്രായം വരുന്ന സാഹചര്യമാണ്. അപ്പോൾ അതെങ്ങനെയാണ് CPM-ന് അല്ലെങ്കിൽ സർക്കാരിന് CPI ഒഴിച്ച് നിങ്ങൾക്ക് അനുകൂലമായ ഒരു നിലപാടിലേക്ക് എത്താൻ കഴിയുന്നതെന്നുള്ളതാണ് ചോദ്യം. അതൊരു അവിശുദ്ധ ബന്ധമാണ് എന്ന് കോൺഗ്രസ് ആരോപിക്കുന്നു, UDF ആരോപിക്കുന്നു. അങ്ങനെ ഒരു അവിശുദ്ധ ബന്ധമാണോ? എന്തുകൊണ്ട് ഒപ്പിടുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. എന്ത് സമ്മർദ്ദ തന്ത്രം? അത് സ്മൃതി ഇപ്പൊ സ്മൃതിയുടെ ഉള്ളിൽ ഇപ്പൊ പറഞ്ഞ വ്യക്തമായി ഞാൻ മറുപടി പറയാം. സ്മൃതി ആരാ സ്മൃതി അങ്ങനെ പറഞ്ഞത്? കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സംഘടനാ സെക്രട്ടറി. ഇവർ 2 സ്മൃതി ഒരു മുന്നണിപ്പെട്ടവരാണോ? പിണറായി വിജയൻ എന്ന പോളിറ്റ് ബ്യൂറോ മെമ്പറുടെ CPM-ഉം നിങ്ങൾ ഈ പറയുന്ന KC വേണുഗോപാൽ എന്ന് പറയുന്ന സംഘടനയുടെ നേതാക്കന്മാരും ഇവർ ഒരുമിച്ചാണോ സ്മൃതി ഇന്ത്യ രാജ്യത്ത് ഭരിക്കുന്നത്? ഉളുപ്പുണ്ടോ വേണുഗോപാലിന് കേരളത്തിൽ വന്ന് ഇത് പറയാൻ? അദ്ദേഹം ചെയ്യേണ്ടത് എന്താ?
ഇത്ര വിശ്വസിക്കാൻ കൊള്ളാത്ത, ഇതുപോലെ BJP-യോട് അടുക്കളപ്പണി ചെയ്യുന്ന, BJP നയം അംഗീകരിക്കുന്ന, ഞങ്ങളുടെ എതിർപ്പുള്ള പാർട്ടിക്കാരനെയും കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് ഖാർഗെയോടും രാഹുൽ ഗാന്ധിയോടും പറഞ്ഞ് ഈ CPM-നെ പുറത്താക്കേണ്ട സ്മൃതി ആത്മാർത്ഥതയുണ്ടെങ്കിലും നിങ്ങൾ ഇപ്പൊ ചോദിച്ച ചോദ്യം, നിങ്ങൾ തമ്മിലുള്ള ബന്ധമൊന്ന് പറഞ്ഞു തരൂ ശ്രീ ടി പി ചന്ദ്രൻ, അതല്ലേ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് CPM-മായി എന്താണ് ബന്ധമെന്ന് പറഞ്ഞു തരൂ. ഞങ്ങൾക്ക് CPM-ആയുള്ള ബന്ധം, CPM ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടിയാണ്, കോൺഗ്രസ് മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയാണ്, കോൺഗ്രസ് CPM ഒരു മുന്നണിയിൽപ്പെട്ട കക്ഷിയാണ്, അവരുടെ കൂടെയുള്ള BJP-യുടെ വിദ്യാഭ്യാസ നയത്തെ അംഗീകരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി CPM മാറി എന്നൊരു ആത്മവിശ്വാസം നിങ്ങൾക്കുണ്ടോ? ഞാൻ മലയാളത്തിൽ ആ സ്മൃതി പറഞ്ഞത്, ഹിമാചൽ പ്രദേശിലെ കോൺഗ്രസും BJP-യുടെ ഇതേ നയം അംഗീകരിച്ചിരിക്കുന്നു, കർണാടകയിലെ കോൺഗ്രസ് ഗവൺമെന്റും ഇതേ നയം അംഗീകരിച്ചിരിക്കുന്നു, ഇന്ത്യയിലെ 36 കേന്ദ്ര സംസ്ഥാന ഭരണപ്രദേശങ്ങളിൽ 34 കേരളം കൂടി ഒപ്പിട്ടാൽ ഈ നയം അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് ഞങ്ങളുടെ നയം അംഗീകരിച്ചിരിക്കുന്നു. ഒരു കാര്യം സ്മൃതി, ഞങ്ങളുടെ സ്മൃതിയോടൊക്കെ പറയട്ടെ, കേരളവും തമിഴ്നാടും പശ്ചിമ ബംഗാളുമാണ് തുടക്കം മുതൽ അംഗീകരിക്കില്ല എന്ന നിലപാടെടുത്തിരുന്നവർ അല്ലേ? അതിൽ തമിഴ്നാട് കോടതിയിൽ പോയി കിട്ടാനുള്ള പണം വാങ്ങിച്ചു. ഇപ്പോൾ കേന്ദ്രം ഈ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റയ്ക്കല്ലല്ലോ, കേരളത്തിനും കേന്ദ്രത്തിനും തുല്യ പ്രാതിനിധ്യമുണ്ടല്ലോ. അപ്പോൾ ഇത് നിങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് കൊണ്ടുവരുന്നതിന് എന്താണ് വിളിക്കേണ്ടത്? അത് കോടതിയിൽ ചലഞ്ച് ചെയ്യാൻ സാധിക്കുമല്ലോ. അപ്പോൾ അത് ചെയ്യാതിരിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ചോദ്യമാണ്. നിങ്ങളുടെ ബന്ധം അത്രത്തോളം ഊഷ്മളമായിട്ടുണ്ടോ? അല്ല, അത് സ്മൃതി, കോൺഗ്രസുമായിട്ട് ഹരിയാനയിലും കർണാടകയിലുമുള്ള അതേ ബന്ധം കേരളത്തിലുണ്ട്. അത് പ്രധാനമന്ത്രിയാണ്, ഇത് മുഖ്യമന്ത്രിയാണ്. ഇനി സ്മൃതിക്ക് ഇത്രയൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ സ്മൃതി ഒന്ന് കേസിന് പോയിക്കോളൂ. കേരളത്തിന് വേണ്ടിയിട്ട്, കേരള ഗവൺമെന്റിന് വേണ്ടിയിട്ട് സ്മൃതിക്ക് ഒരു കേസ് നടത്താലോ? ശ്രീ ടി പി ചന്ദ്രൻ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങൾ ആ നിലപാട് വ്യക്തമാക്കിയാണ് ചെയ്യേണ്ടത്. അത് അങ്ങ് തുടക്കത്തിൽ പറഞ്ഞ കാര്യം വ്യക്തമാണ്, അതിൽ ഉത്തരം കൃത്യമായി അതിലുണ്ട്. ഞാൻ CPM പ്രതിനിധിയില്ല എങ്കിലും CPM-ന് വേണ്ടി ശ്രീ ജയേന്ദ്രനാണല്ലോ എത്തിയിരിക്കുന്നത്, അദ്ദേഹം അതിൽ പ്രതികരിക്കും. അപ്പോൾ PM ശ്രീ എന്ന് പറയുന്നത് എല്ലാം ചേർന്ന് തന്നെയാണ്. അതിൽ ഒപ്പിട്ട് കഴിഞ്ഞാൽ ബാക്കി എല്ലാ കാര്യങ്ങളും എന്താണോ കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് വിദ്യാഭ്യാസ മേഖല അതിലേക്ക് വരേണ്ടി വരും എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കി. പല കാര്യങ്ങളിലായുള്ള ഒത്തുതീർപ്പുകളുടെ ഭാഗമായി കേന്ദ്രവുമായി ഒരു അവിശുദ്ധ ബന്ധമുണ്ട് സംസ്ഥാന സർക്കാരിന് എന്നുള്ള ആരോപണം ഉന്നയിക്കപ്പെടുകയാണ്. ഇപ്പോൾ നേരത്തെ പറഞ്ഞു കേട്ടില്ലേ, ഇപ്പോൾ അമിത്ഷായെ വീട്ടിൽ പോയി കണ്ടതുപോലും ആ രൂപത്തിൽ സംശയിക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ പിന്നാലെ ഇപ്പോൾ സർക്കാരിൻ്റെ കാലാവധി അവസാനിക്കാനിരിക്കെ ഇപ്പോൾ മുന്നോട്ട് പോകാൻ പണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് PM ശ്രീയിൽ ഒപ്പിടുന്നത് എങ്ങനെയാണ്? PM ശ്രീയിൽ ഒപ്പിട്ടാൽ അങ്ങ് നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസ മേഖലയിലെ മറ്റു കാര്യങ്ങൾക്കായുള്ള പണം കിട്ടില്ല. PM ശ്രീ എന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കുള്ള പണം മാത്രമാണ്. അതാകട്ടെ വളരെ തുച്ഛമായ തുകയുമാണ്. അപ്പോൾ അതിനുവേണ്ടി നയം മാറ്റാൻ ഒരുങ്ങുകയാണോ എന്നുള്ളതാണ് ചോദ്യം. ഇപ്പോൾ BJP പ്രതിനിധി പറഞ്ഞ കാര്യങ്ങൾക്കും അങ്ങേക്ക് മറുപടി നൽകാം. ഇതിന്റെ താങ്കളിപ്പോൾ സ്മൃതി ഇപ്പം ചോദിച്ച ചോദ്യവും നമ്മളെ ഈ ചർച്ച ചെയ്യുന്ന വിഷയത്തിന്റെ ന്യൂക്ലിയസുമായിട്ട് വാസ്തവത്തിൽ അടിസ്ഥാനപരമായി രണ്ടും വ്യത്യസ്ത ധ്രുവങ്ങളിലാണ് നിൽക്കുന്നത്. ബന്ധമില്ല എന്ന് ഞാൻ പറയില്ല, ബന്ധമുണ്ട്, പക്ഷെ വ്യത്യസ്ത ധ്രുവങ്ങളിലാണ്. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞല്ലോ, തുടക്കത്തിലേ ഞാൻ പറഞ്ഞു 2018 വരെ ഉണ്ടായിരുന്ന 3 തരം പദ്ധതികൾ ഒന്നിച്ചു ചേർത്ത് SSA, പിന്നെ അതുണ്ട്, പിന്നെ ഈ അത് സർവശിക്ഷാ അഭിയാനാണല്ലോ, അറിയുമല്ലോ, രാഷ്ട്രീയ മാധ്യമിക് ശിക്ഷാ അഭിയാൻ RMSA, പിന്നെ ഡയറ്റ് എന്ന് പറയുന്നത് ടീച്ചർ എഡ്യൂക്കേഷൻ. ഇത് 3 കൂടെ ഒന്നിച്ചു ചേർത്തിട്ടാണല്ലോ ഇത് വരുന്നത്. അപ്പൊ ഇവിടെ പ്രശ്നം, കേരളം ഇപ്പൊ ഫേസ് ചെയ്യുന്ന പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞാൽ 1466 കോടി എന്ന് പറയുന്നത് ഈ PM ശ്രീയിൽ കിട്ടാനുള്ള പണത്തിന്റെ പ്രശ്നമേ അല്ല ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇവിടെ പറയുന്നു അതല്ല, ഞാൻ പറഞ്ഞു ഇത്രയും നേരം ഞാൻ പറഞ്ഞു പോകുന്നതും അതല്ല. ഇത് ഈ പറയുന്ന പദ്ധതികളിൽ കേരളം ഇതിനകം ചെലവഴിച്ചിട്ടുള്ളതാണ്. ആ ചെലവഴിച്ചിട്ടുള്ള തുക എങ്ങനെയാണ് തിരിച്ചു തരുന്നത്? അതിന് വെറുതെ അങ്ങ് തിരിച്ചു തരികയല്ല സ്മൃതി, അതിന് വ്യക്തമായ ഒരു പിന്നെ ഈ പ്രോജക്റ്റ് അപ്രൂവൽ ബോർഡ് എന്ന് പറയുന്ന ബോർഡ് തന്നെയുണ്ട്. ഈ പ്രോജക്റ്റ് അപ്രൂവൽ ബോർഡാണ് ഈ പദ്ധതിയെ സംബന്ധിച്ച് സ്ക്രൂട്ടനൈസിങ് നടത്തിയിട്ട് അതിന്റെ അപ്രൂവൽ കൊടുക്കേണ്ടത്. അതങ്ങനെ കിട്ടും എന്ന് തന്നെയാണ് പ്രതീക്ഷിച്ചത്. അതിന്റെ കണക്ക് ഞാൻ പറഞ്ഞല്ലോ, ഞാനത് പറയാം, സമയമുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ആ കണക്ക് പറയുകയാണ്. ഇനി അത് പറയാം, അത് പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. ഇത് 60-40 ആണ് അതിന്റെ പാറ്റേൺ എന്നുള്ള അറിയാം, എല്ലാവർക്കും അറിയുമല്ലോ. ഇത് 2022-23 പ്രപ്പോസ്ഡ് സെൻട്രൽ ഷെയർ പിന്നെ 348.47 കോടി രൂപയായിരുന്നു. 10 പൈസ അലോക്കേഷൻ ഇല്ല. 2023-24 പ്രപ്പോസ്ഡ് സെൻട്രൽ ഷെയർ 328.83 ആണ്. ആക്ച്വലി റിലീസ് ചെയ്തത്
141.66 കോടി രൂപയാണ്. പക്ഷെ നമുക്ക് തന്നില്ല. 2024-25 അപ്രൂവ് ചെയ്തത് 855.90 കോടി രൂപ. അവിടുന്ന് പ്രപ്പോസ് സെൻട്രൽ സെക്രട്ടറിയായിട്ട് തന്നില്ലെങ്കിലും അനുവദിച്ചത് 420.91 കോടി രൂപ. 2025-26 നടപ്പ് സാമ്പത്തിക വർഷം 741.58 കോടി രൂപ അപ്രൂവ് ചെയ്തു. പ്രപ്പോസ്ഡ് സെൻട്രൽ സെക്രട്ടറിയായിട്ട് കണക്കാക്കിയിരിക്കുന്നത് 440.35 കോടി രൂപ. ഇതാണ് ഇതിന്റെ ആകെത്തുകയിൽ ഇപ്പൊ നിൽക്കുന്നത്. അപ്പൊ ഈ ബോർഡുണ്ടല്ലോ, ഈ ബോർഡാണ് അലോക്കേറ്റ് ചെയ്യേണ്ടത്. അത് കിട്ടും എന്നാണ് കേരളം കരുതുന്നത്. അതുകൊണ്ടാണ് ചെലവഴിച്ചത്. ചെലവഴിക്കുന്നത് എവിടെയാണ്? വെറുതെ ചെലവഴിക്കുകയല്ലോ. നമുക്കുള്ളത് 15,000 ഗവൺമെന്റ് സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും ചേർന്നാൽ 15,000 സ്കൂളുകൾ നമുക്കുണ്ട്. 45 ലക്ഷം കുട്ടികളുണ്ട്. 2 ലക്ഷം അധ്യാപകരുണ്ട്. ഇവരുടെ വിപുലമായ ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റീസ് വേറെയുണ്ട്. കേവലം 304 സ്കൂളുകളുടെ കാര്യം മാത്രമാണ് PMCയിൽ പറയുന്നതെന്ന് ഓർക്കണം. അല്ല 15,000 സ്കൂളുകളുടെ കാര്യമല്ല. അപ്പോൾ കേരളം ചെലവഴിച്ച അതാണ്. 15,000 സ്കൂളുകൾക്കാണ് ചെലവഴിച്ചത്. 2 ലക്ഷം ടീച്ചേഴ്സിനാണ് ചെലവഴിച്ചത്. 45 ലക്ഷം കുഞ്ഞുങ്ങൾക്കാണ് ചെലവഴിച്ചത്. ആ പണമാണ് തിരിച്ചു കിട്ടണമെന്ന് കേരളം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് ഈ ഫണ്ട് അപ്രൂവൽ ബോർഡ് അത് തരുമെന്ന് പ്രതീക്ഷിച്ചിരുന്നിട്ട് അവസാനം അവര് ഇത് ഒപ്പിട്ടാൽ മാത്രമേ തരൂ എന്ന നിലപാട് സ്വീകരിച്ചത്. അപ്പോഴാണ് ഡിപ്പാർട്ട്മെന്റൽ തലത്തിൽ ഇക്കാര്യത്തിൽ അവരതുമായിട്ട് മുമ്പോട്ട് പോകുന്നത്. അതേസമയം OK ജയകൃഷ്ണൻ പറഞ്ഞല്ലോ, നേരത്തെ എതിർപ്പ് ഉയർത്തി എന്ന് പറഞ്ഞല്ലോ, അത് ശരിയാണ്. 2024 ഡിസംബർ ആദ്യത്തെ ആഴ്ചയിലെ ക്യാബിനറ്റിലും 2025 ഏപ്രിൽ ആദ്യത്തെ ആഴ്ചയിലെ ക്യാബിനറ്റിലും 2 ക്യാബിനറ്റ് മീറ്റിംഗിലും CPIയുടെ മന്ത്രിമാർ ഈ പ്രശ്നം ഉയർത്തിയിരുന്നു. അന്ന് മുഖ്യമന്ത്രി തന്നെയാണ് പറഞ്ഞത് ഈ പ്രശ്നം വിശദമായി പരിശോധിക്കേണ്ടത് തന്നെയാണ്. ആ നയപരമായ നിങ്ങളുടെ വിയോജിപ്പുകൾ ഗവൺമെന്റ് ഉൾക്കൊള്ളുന്നു, ക്യാബിനറ്റ് ഉൾക്കൊള്ളുന്നു, അത് നമുക്ക് പരിശോധിക്കാം എന്ന് പറഞ്ഞ് മാറ്റിവെക്കുകയാണ് ചെയ്തത്. അതാണ് വസ്തുത അതിൻ്റെ അകത്തുള്ളത്. ബാക്കി ഇനി പരിശോധിക്കേണ്ട കാര്യങ്ങൾ പരിശോധിക്കുക തന്നെ ചെയ്യുമെന്നേ. CPI ഘടകകക്ഷിയാണല്ലോ, രണ്ടാമത്തെ പ്രബല പാർട്ടിയാണല്ലോ. പക്ഷേ അഡ്വക്കേറ്റ് ഷിബു മീരൻ എന്താണ് ഇവിടെ ഗർജിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾക്ക് നാണമാവുന്നില്ലേ മിസ്റ്റർ ഇതൊക്കെ പറയാനായിട്ട്? കർണാടകയിൽ, തെലങ്കാനയിൽ, ഇവിടെ നമ്മുടെ ജമ്മു കാശ്മീരിൽ, ഇവിടെ ഒക്കെ നിങ്ങൾ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഈ പണമൊക്കെ വാങ്ങിച്ച് ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ പറഞ്ഞല്ലോ, അദ്ദേഹം BJP-കാരനായതുകൊണ്ട് പറഞ്ഞ വസ്തുത പറഞ്ഞാൽ വസ്തുതയല്ലെന്ന് ആർക്കും നിരാകരിക്കാൻ കഴിയില്ലല്ലോ. കഴിയുമോ? അപ്പൊ അതിനൊന്നും നിങ്ങൾക്കൊരു എതിർപ്പുമില്ല. അതുകൊണ്ട് തന്നെയാണല്ലോ കേരളത്തിലെ പ്രതിപക്ഷ നേതാവ്, താങ്കൾ പ്രതിപക്ഷ നേതാവായിട്ടില്ലല്ലോ ഇതുവരെ, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവാണിത് പറഞ്ഞത്, പരസ്യമായിട്ടാണ് പറഞ്ഞത്, മാധ്യമങ്ങളോടാണ് പറഞ്ഞത്, റിപ്പോർട്ടർ ചാനൽ കാണിച്ചല്ലോ, പല വട്ടം കാണിച്ചല്ലോ. എന്താണ് അദ്ദേഹം പറഞ്ഞത്? കാവുവൽക്കരണം ഒഴിവാക്കിക്കൊണ്ട് ഈ പണം വാങ്ങിക്കുന്നതിൽ ഒരു തെറ്റുമില്ല, സംസ്ഥാനത്തിന് അവകാശപ്പെട്ട പണമാണത് എന്ന് പറഞ്ഞതിനെ പോലും പരിപൂർണമായിട്ടും ബ്ലാക്ക് ഔട്ട് ചെയ്തുകൊണ്ടാണ് താങ്കൾ ഇവിടെ നിന്ന് വർത്തമാനം പറയുന്നത്. ഇത് എന്ത് മുന്നണി മര്യാദയാണെന്നുള്ള നിങ്ങളുടെ പാർട്ടിയും നിങ്ങളുടെ മുന്നണിയും തീരുമാനിക്കട്ടെ. പക്ഷേ കാവ്യവൽക്കരണം ഒഴിവാക്കിക്കൊണ്ട് നടപ്പാക്കാൻ പറ്റില്ല എന്ന് കാവ്യവൽക്കരണം നടപ്പാക്കുന്നവർ തന്നെ പറയുകയാണല്ലോ. അല്ല, അങ്ങനെയല്ല. ഞാനതാണ് പറഞ്ഞത്. ഞാൻ അധിക സമയം വേണ്ട, 2 മിനിറ്റ് കൂടെ മതി. ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ പറഞ്ഞല്ലോ, ഇത് ഒരു പോളിസി ഫ്രെയിംവർക്കാണ്. ഒരു പോളിസി ഫ്രെയിംവർക്കും പാർലമെന്റിൽ വരേണ്ട കാര്യമില്ല. അതിന്റെ എന്താണ് ഉദാഹരണം? ഒറ്റ ഉദാഹരണം മാത്രം നോക്കിയാൽ മതി. 1986 അന്നത്തെ ന്യൂ എഡ്യൂക്കേഷൻ പോളിസി, അത് പാർലമെന്റിൽ വന്നില്ല, രാജ്യസഭയിലോ ലോക്സഭയിലോ ചർച്ച ചെയ്തുമില്ല. അത് ക്യാബിനറ്റാണ് തീരുമാനിച്ചത്. ഇത് 2020 ജൂലൈ 29 കോവിഡിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അന്നത്തെ കേന്ദ്രമന്ത്രിസഭ തീരുമാനിക്കുന്നത്. പക്ഷേ മറ്റ് പല തലങ്ങളിലും പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റികളിലടക്കം ശശി തരൂർ പലപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, ചർച്ച ചെയ്യുന്നുണ്ട് ഈ വിഷയം, ഇപ്പോഴും ചർച്ചയ്ക്ക് വരുന്നുമുണ്ട്. അത് മറ്റൊരു കാര്യം. അത് ഈ നമുക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പറയാനുള്ള പാർലമെന്ററി വേദികൾ ഉപയോഗപ്പെടുത്തും എന്ന് ഇന്നലെ MA ബേബി പറഞ്ഞല്ലോ. അത് ഇന്നും നാളെയും ചെയ്യും, അത് CPIയും ചെയ്യും, അത് വേറൊരു കാര്യമാണ്. പക്ഷേ ഇത് പാർലമെന്റിൽ വന്നില്ല എന്നുള്ളത് കൊണ്ട് അല്ല. മറ്റൊരു കാര്യം, ഇത് പോളിസി ഫ്രെയിംവർക്ക് പറഞ്ഞാൽ പ്രൈമറിലി അതാണല്ലോ സ്മൃതി, അതൊരു നയപരമായ ചട്ടക്കൂട് മാത്രമാണ്, ഒരു ഫ്രെയിംവർക്ക് മാത്രമാണ്. ആ ചട്ടക്കൂടല്ല സംസ്ഥാനങ്ങൾക്ക് അവകാശപ്പെട്ടതും സംസ്ഥാനങ്ങൾക്ക് സ്വയംഭരണ അവകാശമുള്ളതും അല്ലെങ്കിൽ സ്വയം നിർണയാവകാശമുള്ളതും. അത് ഏറ്റവും ശരിയായ പദവ് തന്നെയാണ്, സംസ്ഥാനങ്ങൾക്കുള്ള സ്വയം നിർണയാവകാശം. അതുകൊണ്ടാണ് കേരളം തീരുമാനിച്ചത്. പറഞ്ഞല്ലോ, പലവട്ടം പറഞ്ഞല്ലോ, ഇതിനകം തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, കേരളം NEP നടപ്പാക്കില്ല.
പക്ഷേ ഈ മറ്റ് ഞാൻ പറഞ്ഞല്ലോ 2018 3 കൂടെ മെർജ് ചെയ്തുകൊണ്ട് പറഞ്ഞല്ലോ ഞാൻ PMC-യുടെ വ്യവസ്ഥയിൽ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ട് NEP നടപ്പാക്കേണ്ടി വരുമെന്ന് പ്രാഥമികമായി തന്നെ അത് പറയുന്നുണ്ട്. അപ്പോൾ അതിൽ ഒപ്പിടുകയും നടപ്പാക്കില്ല എന്ന് പറയുന്നത് എങ്ങനെയാണ് സാധ്യമാകുക? അതാണ് പറഞ്ഞത്. 15,000 സ്കൂൾ അവിടെ നിൽക്കുന്നു, 304 അവിടെ നിൽക്കുന്നു. സ്മൃതി അല്ല, 304 അവിടെ നിൽക്കുന്നു, 15,000 സ്കൂളുകൾ അവിടെ നിൽക്കുന്നു. നമുക്ക് ഗവൺമെന്റ് സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളുമായിട്ടുള്ളത് 15,000 സ്കൂളുകളാണെന്നേ. ഇവിടെ 304 സ്കൂളുകളുടെ കാര്യമാണ് PMശ്രീയിലുള്ളത്. അതല്ല ഇവിടുത്തെ അത് ആ യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോഴാണ് നമ്മള് 304 സ്കൂൾ അങ്ങനെ പോട്ടെ അങ്ങനെ പോകണം എന്നൊക്കെ ഉള്ളത് വേറെ ഇനി നയപരമായ തീരുമാനങ്ങൾ വേറെ വരുമായിരിക്കാം. അതുകൊണ്ടല്ലേ അങ്ങനെയല്ല. ശ്രീ ഓക്കെ ജയകൃഷ്ണൻ, അങ്ങേക്ക് വ്യക്തത വരുത്താം. അല്ല ഒന്ന് ഓക്കെ ജയകൃഷ്ണനിലേക്ക് കൂടി നിങ്ങൾക്ക് തമ്മിൽ സംസാരിക്കാമല്ലോ. ജയകൃഷ്ണൻ പറഞ്ഞതിനെയാണല്ലോ അങ്ങ് ഖണ്ഡിച്ചത്. ജയകൃഷ്ണൻ പറഞ്ഞ അതെ 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 ഞാൻ പറയുന്നത് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെ 2 തട്ടിലാക്കുന്നതിന് കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെ 2 തട്ടിലാക്കുന്നതിന് ഇത് കാരണമാകും. അതൊന്ന്, കേരളത്തിലെ പൊതുവിദ്യാലയങ്ങളെ സർക്കാർ തന്നെ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച്, പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞം ഫണ്ട് ഉപയോഗിച്ച്, പല ഫണ്ടുകളും നേരത്തെ ഞാൻ സൂചിപ്പിച്ച പോലെ പല ഫണ്ടുകളും ഉപയോഗിച്ച് ഇവർ പറഞ്ഞിരിക്കുന്ന ലക്ഷ്യങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. കേരളത്തിൽ സ്വന്തമായി പാഠ്യപദ്ധതി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. ആ പാഠ്യപദ്ധതി നോക്കൂ, നേരത്തെ ജയേന്ദ്ര മാഷ് പറഞ്ഞതുപോലെ, മാഷെ എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറയാം, ഉളുപ്പുള്ളവർ ഉണ്ടാക്കിയ പാഠ്യപദ്ധതി ഉണ്ടല്ലോ, ഉളുപ്പുള്ളവർ ഉണ്ടാക്കിയ പാഠ്യപദ്ധതി, ദേശീയ തലത്തിൽ NCERT ഉണ്ടാക്കിയ പാഠ്യപദ്ധതി, അതിൽ മധ്യകാല ഇന്ത്യയില്ല, അതിൽ പരിണാമ സിദ്ധാന്തമില്ല, അതിൽ ശാസ്ത്രത്തിൽ മിത്തുകൾ കയറിക്കൂടി മിത്ത് പഠിപ്പിക്കാൻ പോകുന്നു. മാത്രമല്ല, ഒരു PMശ്രീ സ്കൂളിന്റെ മാതൃക ഞാൻ പറയാം. ഉത്തർപ്രദേശിലെ ഉന്നാവ് എന്ന് പറയുന്ന പ്രദേശത്തെ ഒരു PMശ്രീ സ്കൂളിൽ കഴിഞ്ഞ ആഗസ്റ്റ് 23 സ്പേസ് അന്തർദേശീയ സ്പേസ് ഡേയിൽ, ബഹിരാകാശ ദിനത്തിൽ അവിടെ അതിഥിയായി ക്ഷണിക്കപ്പെട്ടത് മുൻ മന്ത്രി കൂടിയായിട്ടുള്ള അനുരാഗ് ഠാക്കൂറിനെയായിരുന്നു. PMശ്രീ സ്കൂളിലാണ്. അവിടെ അനുരാഗ് ഠാക്കൂർ പോയി കുട്ടികളോട് ചോദിച്ച ഒരു കാര്യം, മാഷെ കേട്ടോ, ചോദിച്ച ഒരു കാര്യം, ആരാണ് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി? ഒരു ഉദാഹരണം മാത്രമാണിത്. ബഹിരാകാശ സഞ്ചാരി കുട്ടികൾ യഥാർത്ഥ ഉത്തരം പറഞ്ഞപ്പോ പറഞ്ഞു, അല്ല, ഹനുമാനാണ് ആദ്യത്തെ ബഹിരാകാശ സഞ്ചാരി. ഒരു ഉദാഹരണം മാത്രമാണ്. ഇതുപോലെ മിത്തുകളെ, അതുപോലെ ഐതിഹ്യങ്ങളെ പാഠ്യപദ്ധതിയിലേക്ക് കടത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നതാണ് പുത്തൻ പാഠ്യപദ്ധതി ദേശീയ തലത്തിലുള്ളത് എന്നതാണ് വസ്തുത. മറ്റൊന്നുകൂടി പറയട്ടെ, 14,500 വിദ്യാലയങ്ങൾക്ക് PMശ്രീയിൽപ്പെടുത്തി മെച്ചപ്പെടുത്താൻ നോക്കുമ്പോൾ ഇന്ത്യക്കകത്ത് 10 ലക്ഷത്തിലധികം വിദ്യാലയങ്ങളുണ്ട്. ആ 10 ലക്ഷത്തിലധികം വിദ്യാലയങ്ങളിൽ നോക്കൂ, കഴിഞ്ഞ പാർലമെന്റ് യോഗത്തിൽ ആനന്ദ് ബധുവൻ എന്ന് പറയുന്ന MP ചോദിച്ച ഒരു ചോദ്യത്തിന് ദേശീയ വിദ്യാഭ്യാസ മന്ത്രാലയം നൽകിയ മറുപടി 17,000 വിദ്യാലയങ്ങൾ ഇന്ത്യക്കകത്ത് 5 വർഷത്തിനകം അടച്ചുപൂട്ടിയെന്നാണ്. BJP ഭരിക്കുന്ന മധ്യപ്രദേശിലാണ് ഏറ്റവും കൂടുതൽ പൊതുവിദ്യാലയങ്ങൾ അടച്ചുപൂട്ടിയത്, 6,972. മറ്റൊന്ന് ഒറീസയിലാണ് 4,589. മറ്റൊന്ന് ജമ്മു കാശ്മീരിലാണ്. നോക്കൂ, ഈ ഇന്ത്യയിലാണ് കുറച്ച് സ്കൂളുകൾ മാത്രം എടുത്തു കാണിച്ചുകൊണ്ട് പൂട്ടിയ പൊതുവിദ്യാഭ്യാസ സ്കൂളിന്റെ മറുപടി നൽകാം. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപ്പാക്കിയതിനെ കുറിച്ചാണ് ഇപ്പോൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. BJP പ്രതിനിധിയും പറഞ്ഞു, ഇടത് സഹയാത്രികനും പറഞ്ഞു. തീർച്ചയായും സ്മൃതി, ഞാൻ മറുപടി പറയാം. ഇവിടെ BJP പ്രതിനിധി അദ്ദേഹം എൻ്റെ പേര് 5 തവണയാണ് പറഞ്ഞത്. ഒരു തവണ എൻ്റെ മീരാനെ എന്ന് വിളിച്ചുകൊണ്ടാണ് അദ്ദേഹം എന്നെ രൂക്ഷമായി വിമർശിച്ചത്. അത് ഞാൻ നിശബ്ദമായി കേട്ടിരുന്നു. ആ വിളിയിലെ സ്നേഹം ഞാൻ ഉൾക്കൊള്ളുന്നു. എനിക്ക് പറയാനുള്ളത്, ഇനി ഞാൻ സംസാരിച്ചു തുടങ്ങുമ്പോൾ ഈ അവനവന്റെ ക്രിക്കറ്റ് ബാറ്റും ക്രിക്കറ്റ് ബോളും കൊണ്ട് കളിക്കാൻ വന്നിട്ട് ഔട്ടായ ആൾ എടുക്കുന്ന സ്വഭാവം ദയവ് ചെയ്ത് അങ്ങ് എടുക്കരുത്. അങ്ങ് നിശബ്ദനായി ഞാൻ പറയാനുള്ളത് കേൾക്കണം. ഇവിടെ ഇപ്പോൾ അങ്ങ് പറഞ്ഞ ഒരു കാര്യം, ഓടിളക്കിയാണോ നരേന്ദ്രമോദി വന്നത്? എന്താ സംശയം? ഓടല്ല. ഇവിടുത്തെ വോട്ട് വെട്ടി പൊളിച്ചിട്ടാണ് സാക്ഷാൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ കയറിയിരിക്കുന്നത്. അല്ലെങ്കിൽ ബംഗളൂരുവിലെ ആ ഒരൊറ്റ വീട്ടിൽ
വോട്ട് ചെയ്യാൻ 87 പേർ എങ്ങനെ ദിവസങ്ങളോളം താമസിച്ചു എന്ന ചോദ്യത്തിന്റെ ഉത്തരം അങ്ങ് പറഞ്ഞാൽ പോരാ. രാഹുൽ ഗാന്ധി വന്ന് അത് മാധ്യമങ്ങളോട് ചോദിക്കുമ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പറഞ്ഞയക്കാതെ നിങ്ങളാരും വരാതെ ഒരു 5 മിനിറ്റ് ഇന്ത്യയുടെ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിട്ട് ആ 87 പേർ ബംഗളൂരു നോർത്തിലെ ആ മണ്ഡലത്തിൽ എങ്ങനെ താമസിച്ചു എന്ന് അങ്ങയുടെ പ്രധാനമന്ത്രി ഒന്ന് വിശദീകരിക്കണം. പിന്നെ അങ്ങ് ഇവിടെ ഒരു മുദ്രാവാക്യത്തെ കുറിച്ച് പറഞ്ഞല്ലോ. ആ മുദ്രാവാക്യം വിളിച്ച വ്യക്തി ഞങ്ങളുടെ പാർട്ടിയിൽ ഇപ്പോ ഇല്ല. അതായത് ഞങ്ങളുടെ പാർട്ടി പുറത്താക്കി. ഇനി ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, സാധ്വി പ്രജ്ഞാ സിംഗ് ഠാക്കൂർ ഈ കഴിഞ്ഞ ദിവസവും അവര് നിങ്ങൾ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടിവെക്കൂ, കത്തിക്ക് മൂർച്ച കൂട്ടിവെക്കൂ എന്നാണ് പറഞ്ഞത്. രാജ്യത്തിന്റെ പാർലമെന്റിനകത്ത് എഴുന്നേറ്റ് നിന്ന് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന മുസ്ലിം സമുദായത്തിൽപ്പെട്ട ഒരു MP ചൂണ്ടിക്കാണി തുവേക്ക് കട്ടുവാഹെ, നീ ചേലാകർത്തനം നടത്തിയവനാണ് എന്ന് വംശീയ അധ്യക്ഷ നടത്തിയ രമേഷ് ബദൂരി ഏത് പാർട്ടിക്കാരനാണ്, ഹിമന്ത വിശ്വ ശർമ്മ ഏത് പാർട്ടിക്കാരനാണ്, നിഷികാന്ത് ദുബെ ഏത് പാർട്ടിക്കാരനാണ്, സാക്ഷി മഹാരാജ് ഏത് പാർട്ടിക്കാരനാണ്, ഹിമന്ത വിശ്വ ശർമ്മ ഏത് പാർട്ടിക്കാരനാണ്, യോഗി ആദിത്യനാഥ് ഏത് പാർട്ടിക്കാരാണ്. ഇങ്ങനെ വിദ്വേഷം പ്രസംഗിക്കുന്നവരെ പുറത്താക്കാൻ തീരുമാനിച്ചാൽ BJP എന്ന് പറയുന്ന പാർട്ടി ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ ബാക്കി ഉണ്ടാകുമോ? പിന്നെ മൂന്നാമത്തെ, ഞങ്ങളും നിങ്ങളും തമ്മിൽ ഇതിലുള്ള വ്യത്യാസം, ഇതൊക്കെ നിങ്ങൾ പറയുമ്പോഴും ഇവിടുത്തെ ഞങ്ങളുടെ സഹോദര സമുദായത്തിൽപ്പെട്ട മനുഷ്യർ ഞങ്ങളോട് കാണിക്കുന്ന ഒരു സ്നേഹമുണ്ട്. അതിന്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. ഈ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലേക്ക് മോഡി മത്സരിക്കാൻ വരുന്നു എന്നൊരു വാർത്ത പുറത്തു വന്നു. അദ്ദേഹം മത്സരിക്കാൻ വരുന്നത് രാമനാഥപുരത്തേക്കാണ്. രാമനാഥപുരം രാമേശ്വരത്തിന്റെ ഗേറ്റ് വേ എന്നാണ് അറിയാം. ഈ രാമേശ്വരത്താണ് രാവണനോട് യുദ്ധം ചെയ്യാൻ പോകുമ്പോൾ ഭഗവാൻ ശ്രീരാമൻ ശിവനെ പൂജിച്ച ഇടം എന്ന് പറയുന്നുണ്ട്. മോദി അവിടെ മത്സരിക്കാൻ വരുന്നു എന്നറിഞ്ഞപ്പോൾ അതിന്റെ പ്രതികരണം എടുക്കാൻ രാജ്യത്തെ മാധ്യമങ്ങൾ വന്നത് കേരളത്തിൽ ഒരു ഗ്രാമത്തിൽ ഒരു വീടിന്റെ തറവാട്ട് മുറ്റത്താണ്. കാരണം ആ വീട്ടിലാണ് അവിടെ ഇന്ത്യ മുന്നണിയിൽ നിന്ന് മത്സരിക്കുന്ന പാർട്ടി ഘടകകക്ഷിയുടെ പിന്നെ സുപ്രീമോ താമസിക്കുന്നത്. ആ മനുഷ്യനോട് ചോദിച്ചു, മോഡി വരുന്നു, നിങ്ങൾക്ക് പേടിയുണ്ടോ? ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഒരു പേടിയില്ല, വന്നോട്ടെ. മോഡി അവിടെ വന്നില്ല, പകരം മറ്റൊരു BJP-കാരൻ വന്നു. 16% ഹിന്ദുക്കളുള്ള ഏതൊരു മണ്ണിൽ വെച്ചാണോ സീതാദേവി വിമോചിക്കാൻ പുറപ്പെടുന്നതിന് മുൻപ് ഭഗവാൻ ശ്രീരാമൻ ഭഗവാൻ ശിവനെ പൂജിച്ച ആ മണ്ണിൽ കോടി ചിഹ്നത്തിൽ പച്ചക്കൊടിയും പിടിച്ച് ഞങ്ങളുടെ സ്ഥാനാർത്ഥി നവാസ് ഗനി വിജയിച്ചു വന്നു. ഇതാണ് ലീഗിന്റെ പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഇനി പിന്നെ മറ്റേ LDF പ്രതിനിധിയോട് ഒരു ഒറ്റ വാക്ക് ഞാൻ ചോദിക്കട്ടെ. ഈ 2020 പാസ്സാക്കപ്പെട്ട ഈ ഫ്രെയിംവർക്ക് അത് പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്ന് നിർബന്ധമില്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഈ പീപ്പിൾ ഡെമോക്രസിയിൽ എന്തിനാ 2023 അതിനെതിരെ ലേഖനം എഴുതിയത്? പിണറായി വിജയൻ എന്തിനാ പോസ്റ്റ് ഇട്ടത്? ഈ കഴിഞ്ഞ ദിവസം വരെ നിങ്ങൾ എന്തിനാണ് ഈ NEP എന്ന് അല്ല ഈ പിന്നെ PM ശ്രീ എന്ന് പറയുന്ന പദ്ധതിയിൽ നിന്ന് മാറി നിന്ന് കേരളത്തിന് കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ടത്? പുത്ര സൗഖ്യത്തിന് വേണ്ടി പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യന്റെ ഇരിക്കുന്ന ഭാഗത്ത് ഒരു ആല് മുളച്ചാൽ ഗതികേട് കൊണ്ട് അദ്ദേഹം അത് ഒറ്റ മിനിറ്റ് സ്മൃതി, ഗതികോട് കൊണ്ട് അദ്ദേഹം അത് തണലായി കൊണ്ടു നടക്കുന്നത് അദ്ദേഹത്തിന്റെ നിർബന്ധിതാവസ്ഥയാണ്. പക്ഷെ നിങ്ങൾ കുറെ പേര് ആ ആൽമരത്തിന്റെ കൊമ്പിൽ കയറിയിരുന്ന് കയറും കൊണ്ട് ഊഞ്ഞാല് കെട്ടിയിട്ട് ആടുന്നത് എന്തിനാണ് എന്ന് ഇപ്പോഴും ഞങ്ങൾക്ക് മനസ്സിലാവും. സഹയാത്രയാണ് നടത്തുന്നതെങ്കിൽ CPM-ന് നേർവഴി പറഞ്ഞു കൊടുക്കുക. ഇനി കോൺഗ്രസിന്റെ മറുപടി പറയണം. കോൺഗ്രസിന്റെ മറുപടി പറയണം. ഒന്നുമില്ല സ്മൃതി, കോൺഗ്രസ് ഞാൻ വിചാരിച്ചു ഈ മീരാൻ എന്നെ കുറിച്ച് എനിക്ക് മറുപടിയാ പറയാം. അദ്ദേഹം കുറെ മറുചോദ്യങ്ങളാണ് ചോദിച്ചത്. മീരാൻ സാർ എന്റെ അവസരം, എന്റെ അവസരം. നിങ്ങൾ എന്നോട് കാണിച്ച മര്യാദ ഒന്ന് തിരിച്ചും കാണിക്കാം. ഞാൻ അദ്ദേഹം വോട്ട് പട്ടിയുടെ കണക്ക് പറഞ്ഞു. മീരാൻ സാർ പറയാ കോഴിക്കോട്ടേക്ക് ഒന്ന് വരിക, കോഴിക്കോട്ടെ ആരോപണം ഒന്ന് താങ്കൾ കേൾക്കുക. അടുത്ത കാര്യം, പിന്നെ എൻ്റെ CPI പ്രതിനിധി എന്തോ ചോദിച്ചു. സർ, കേരളത്തിലൊരു വിദ്യാഭ്യാസ മന്ത്രിയുണ്ട്, 983 കുട്ടികൾ ജയിച്ച കണക്ക് പറഞ്ഞത്. മാത്രമല്ല കേരളത്തിൽ നിങ്ങൾ വിദ്യാഭ്യാസം പഠിക്കാൻ പോകുന്നത് എങ്ങോട്ടാണെന്നറിയോ? ഡാഷ്ബോർഡ് പഠിക്കാൻ പ്രതിനിധി അയച്ചത് എങ്ങോട്ടാണെന്നറിയോ? ഇതൊക്കെ മറച്ചു വെച്ച് ഒറ്റപ്പെട്ടതിനെ പർവ്വതീകരിച്ച് നിങ്ങൾക്ക് ഉത്തരം മുട്ടുമ്പോൾ നിങ്ങൾ ഇന്നലെ വരെ ഛർദ്ദിച്ചു വെച്ചത് ഇന്ന് മോദിക്കെതിരെ പറഞ്ഞത് 4 ആക്കി മടക്കി പോക്കറ്റിലിട്ട് മോദിയുടെ കൂടെ സാഷ്ടാംഗം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും അതിനുള്ള ഉത്തരമല്ല എന്ന് മാത്രമാണ് സ്മൃതി പറയാനുള്ളത്. അല്ല അവരാ ഞാൻ ചോദിക്കുന്നത്, അവരല്ലേ അവരെ ഉൾപ്പെടുന്ന ഒരു മുന്നണിയല്ലേ പറഞ്ഞയച്ചത് പഠിക്കാൻ വേണ്ടിയിട്ട് BJP ഭരിക്കുന്നിടത്തേക്ക്? ശരി, വേഗം പറഞ്ഞു അവസാനിപ്പിക്കാമോ? വിദ്യാഭ്യാസം പഠിക്കാൻ BJP അങ്ങോട്ട് പോയില്ലേ? അതെ നോക്കൂ ഇത് പറഞ്ഞത് കേരളത്തിൽ നിന്നല്ല, കേരളത്തിലേക്ക് വരുന്നത് ഗുജറാത്തിൽ നിന്നും, നിങ്ങളുടെ ഗുജറാത്തിൽ നിന്നും വിദ്യാഭ്യാസം പഠിക്കുവാൻ ദേശീയ പിന്നെ SSKയുടെ പ്രവർത്തനങ്ങൾ നോക്കാൻ വന്നിരിക്കുന്നത് നിങ്ങൾ ഭരിക്കുന്ന എത്രയോ കാലമായി നിങ്ങൾ ഭരിച്ചിരിക്കുന്ന ഗുജറാത്തിൽ നിന്നാണ്. കേരളത്തിലേക്ക് വന്നത്
നിങ്ങളുടെ ഗുജറാത്തിൽ നിന്നാണ്. ശരി, ശരി. ഞാൻ ചോദിച്ചത് ഇത്രയും മഹത്തരമായ വിദ്യാഭ്യാസ നയമാണ് മിസ്റ്റർ രാജേന്ദ്രൻ, നിങ്ങളുടെ ഈ എന്തുകൊണ്ട് വിപ്ലവത്തിന്റെ 17,000 ആയുസ് വിദ്യാലയങ്ങൾ ഈ 5 വർഷം കൊണ്ട് പൊട്ടിപ്പോയി എന്നുള്ളതാണ്. ശരി ശരി നമ്മുടെ സമയം അവസാനിക്കുവാണ്. നമുക്ക് വരും ദിവസങ്ങളിലും ഈ വിഷയം നിൽക്കുകയാണെങ്കിൽ വീണ്ടും എത്താം. വളരെ നന്ദി ശ്രീ എം ജയചന്ദ്രൻ, ശ്രീ ഒ കെ ജയകൃഷ്ണൻ, ശ്രീ ടി പി ജയേന്ദ്രൻ, അഡ്വക്കേറ്റ് ഷിബു മീരാൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.